പ്രസന്റേഷൻ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഒരു താങ്ക് യു കൊടുക്കുന്നത്. ഞാനിവിടെ തുടക്കത്തിൽ ഒരു താങ്ക് യു കൊടുക്കും. കാരണം അവിടെ നിൽക്കുന്ന കുറെ പേരുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ താങ്ങി പിടിക്കുന്ന കുറെ പേരുണ്ട്. താഴെ രണ്ട് കൈകളുണ്ട്. രണ്ട് കൈകളല്ല ശരിക്കും പറഞ്ഞാൽ. RCMൽ നമ്മൾ ഓരോരുത്തരും പിടിച്ചു നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലീഡർമാർ നമ്മളെ താങ്ങി പിടിക്കുന്നതുകൊണ്ടാണ്. അപ്പം എന്നെ ഇവിടെ കൊണ്ടെത്തിയ ഈ പ്രോഗ്രാം തന്നതിനും എന്നെ RCMൽ ഇത്രയും ഒരു ചെറിയ ലെവലിലെങ്കിലും എത്തിക്കാൻ സാധിച്ചതിന് RCMന്റെ ലീഡർമാർ വലിയ പങ്കാണ് വഹിച്ചത്. ചുമ്മാ ഇരുന്നാലും RCMനോട് ഒന്ന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ലീഡർമാരെ നമ്മളെ പൊക്കിക്കൊണ്ട് പോകും. അതാണ് RCMന്റെ ഒരു സിസ്റ്റം. കാരണം നമ്മുടെ കൂടെ വരുന്നവരെ, താല്പര്യമുള്ളവരെ നമ്മൾ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ RCMൽ വിജയം കിട്ടത്തുള്ളൂ. അപ്പോൾ താല്പര്യം കാണിച്ചത് കൊണ്ട് മാത്രം, ലീഡർമാരുടെ കഴിവ് കൊണ്ട് ഇവിടം വരെ എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ താങ്ക് യു എല്ലാ ലീഡർമാർക്കും. കാരണം പേരെടുത്ത് പറയേണ്ട കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പേരെടുത്തൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക്. ഏറ്റവും ആദ്യം ഞാൻ താങ്ക് യു പറയുന്നത് രമ മാഡത്തിനാണ്. രമ മാഡം എനിക്കിത് പറയും, നമ്മൾ പലരും RCM പലരോട് പറയും, പക്ഷെ നമ്മൾ ഒരു ലിസ്റ്റ് എഴുതി വെക്കും. അതിൽ കുറച്ച് പേരെ നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്നെ അന്ന് ചൂസ് ചെയ്തതിന് ഒരു നന്ദി ഇന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതെന്റെ കുറേ മാറ്റങ്ങളായി. ആ മാറ്റങ്ങൾ വഴിയെ ഞാൻ പറയാം. പിന്നീട് RCMന്റെ തുടക്കം, RCM എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ശരിക്കും പറഞ്ഞാൽ ജോബി സാറാണ്. ജോബി സാർ, രമ മാഡം. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ കാരണമാണ് ഞാൻ ഇന്ന് RCMൽ നിൽക്കാൻ തുടങ്ങിയത്, അല്ലെ? RCMൽ ഒന്ന് തുടക്കം ഇട്ടത് ഈ രണ്ട് വ്യക്തികളാണ്. അവരെ നമുക്ക് മറക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നീട് ഓരോരോ ലീഡർമാരുണ്ടാവും. നമുക്ക് നോബിൾ സാറാണ് നമ്മളെ കൂടുതൽ ഇതിന്റെ ഒരു വ്യാപ്തി എനിക്ക് കാണിച്ചു തന്നതും ഇതിന്റെ ഒരു വിഷൻ കാണിച്ചു തന്നതും ഒക്കെ. അങ്ങനെ ഒരാളെ പോലും നമുക്ക് ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ ഓരോ സൂം മീറ്റിങ്ങിലും ഒരു തുടക്കക്കാരായിക്കോട്ടെ, വലിയ ലീഡർ ആയിക്കോട്ടെ, ഓരോരുത്തരും ഓരോ മീറ്റിങ്ങിൽ പറയുമ്പോൾ നമുക്കൊരു തരിയായിരിക്കും പിടികിട്ടുന്നത്. പക്ഷെ ഈ തരികൾ കൂട്ടിവെച്ചിട്ടാണ് RCMനെ ഇത്രയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരോടും നമ്മൾ പറയുന്നത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. തുടക്കത്തിൽ നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും മടിയായിരിക്കും. പക്ഷെ മടിയാണെങ്കിലും മടിയുള്ള കാര്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു മാറ്റം വരത്തുള്ളൂ. അപ്പം നമ്മൾ മടിയുള്ള കാര്യം ചെയ്ത് പതിയെ RCMനെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച ലീഡർമാരായ നമ്മുടെ ഗോകുമാർ സാറ്, മൂർത്തി സാറ്, നമ്മുടെ ബിനു സാറ്, രാജൻ സാറ്, മറക്കാൻ പറ്റത്തില്ലാത്ത കുറേ പേരുകളാണ്. രാജൻ സാറിനെ നമുക്ക് ഒരിക്കലും എല്ലാ രീതിയിലും, കാരണം രാജൻ സാറാണ് ശരിക്കും പറഞ്ഞാൽ പലരും പറയുന്നുണ്ട്, എന്നാലും ഞാനും പറയുകയാണ്, എനിക്ക് ആദ്യമായിട്ട് മൈക്ക് തന്നത് രാജൻ സാറാണ്. അപ്പൊ രാജൻ സാറ് മൈക്ക് തന്ന ഒരു 80% ആൾക്കാരാണ് ഇന്ന് RCMന്റെ ലീഡറായിട്ട് നിൽക്കുന്ന. ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം അധികം ആളുകളൊന്നും സംസാരിക്കത്തില്ലാത്ത ഒരു രീതിയായിരുന്നു എൻ്റെത്. RCMൽ വന്ന ശേഷം RCM എങ്ങനെയോ നമ്മളെ മാറ്റിയെടുക്കുന്നത്, നമ്മളറിയാതെ നമ്മളെ പതിയെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ അത് ഓരോരുത്തർക്കും അനുഭവമുണ്ട്. RCMൽ നിൽക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല. പക്ഷെ ഇനി നമ്മുടെ ഗിരീഷ് സാറ്, അങ്ങനെ തുടങ്ങി ഒത്തിരി ലീഡർമാർ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത്രയും ലീഡർമാരുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ബാബു സാറ്, അങ്ങനെ ഒത്തിരി പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരാകും. അതുകൊണ്ട് നീണ്ടു പോകുന്നില്ല. അപ്പൊ താങ്ക് യുവിൽ തന്നെ എൻ്റെ മീറ്റിംഗ് തുടങ്ങിയാണ്. എല്ലാവർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് RCM എന്താണെന്നോ, RCM എന്താണെന്ന് നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് കണ്ടു. രണ്ടാമത്തെ മീറ്റിംഗിൽ RCM എന്തിനാണെന്ന് കണ്ടു. ഇത് RCM ട്രാൻസ്ഫോമിംഗ് ലീവ്സ് വിത്ത് പവർ ഓഫ് വാല്യൂസ്, അല്ലെ? RCMന്റെ ഒരു കോട്ടാണ്. എങ്ങനെയാണ് ജീവിതങ്ങളെ മൂല്യങ്ങൾ കൊണ്ട് മാറ്റിമറിക്കുന്നത്. ഇതിന്റെ അർത്ഥമാണ് ഇന്നത്തെ പ്രസന്റേഷന്റെ ലാസ്റ്റ് സ്ലൈഡിൽ അറിയാൻ പോകുന്നത്. കാരണം പലരും ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് അറിയാൻ പറ്റും. RCM പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ എന്താണ്, അതെങ്ങനെ പ്രാക്ടിക്കലി നടക്കും. പലരും പല ലക്ഷ്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ RCM ലക്ഷ്യങ്ങൾ മാത്രമല്ല പറയുന്നത്, അതിന്റെ മാർഗങ്ങളും അതിനുള്ള എല്ലാ വഴികളും നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ വഴികളും മാർഗങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് RCM ഒരു ലക്ഷ്യമിട്ടേക്കുന്നത്. ഏത് ലക്ഷ്യമെടുത്തോ ആ ലക്ഷ്യത്തിനെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള മാർഗവും കൂടെ കാണിച്ചിരുന്നുണ്ട്. പലരും പല ലക്ഷ്യങ്ങളും പറയും, പക്ഷെ ഒരു ആള് പോലും നമുക്ക് മാർഗം കാണിച്ചു തരുന്നില്ല. നമുക്ക് സൊല്യൂഷൻസ് ആണോ അല്ലേ? മാർഗവും സൊല്യൂഷൻസും എല്ലാം RCMലുണ്ട്. ഈ 3 നക്ഷത്രത്തിൽ എല്ലാം ഉണ്ട്. ഇന്ന് നമുക്കത് മനസ്സിലാവും. അപ്പോ നമ്മൾ ഇന്ന് കഴിഞ്ഞ 2 ദിവസം കണ്ട രീതിയല്ല ഇന്ന് കാണാൻ പോകുന്നത്. RCMന്റെ വണ്ടർ വേൾഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് RCMന്റെ ഷോപ്പാണ്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന വണ്ടർ വേൾഡ് RCMന്റെ പ്രോഡക്റ്റുകളുടെ ഒരു വണ്ടർ വേൾഡാണ്. RCMന്റെ പ്രോഡക്റ്റ്, എത്ര പ്രോഡക്റ്റ് ഉണ്ട് RCMൽ എന്ന് എത്ര പേർക്ക് ഇന്ന് ഒന്ന് അസ്യൂം ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കും. അറിയാവുന്നവർ, പറ്റുന്നവർ ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഇട്ടു നോക്കും. എത്ര പ്രോഡക്റ്റ് ഇന്നത്തെ ദിവസം RCMലുണ്ട്? ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും? നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡിൽ ഒരു അസ്യൂം കാണാം, അല്ലേ? എത്ര പ്രോഡക്റ്റ് ഉണ്ടാകാം RCMൽ?
ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്തു. കറക്റ്റ് പ്രോഡക്റ്റുകൾ എത്രയുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? ഇന്നത്തെ ദിവസം RCMൽ എത്ര പ്രോഡക്റ്റ് ഉണ്ട്? പക്ഷേ ഞാൻ RCMലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് പലതരം ആൾക്കാരോട് നമ്മൾ RCM പറഞ്ഞിട്ടുണ്ട്. RCMന്റെ ഐഡിയ ഉള്ളവരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഇതില് ഞാൻ കുറെ ടൈപ്പ് കസ്റ്റമറെ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കസ്റ്റമറെ കാണുന്നത് ഒരൊറ്റ പ്രോഡക്റ്റാണ്, RCMന്റെ ഗോതമ്പൊടി. കാരണം ആ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഗോതമ്പൊടി തീർന്നു കഴിഞ്ഞാൽ മറ്റൊരു ഗോതമ്പൊടി അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ഗോതമ്പൊടി കിട്ടാതെ ആ കസ്റ്റമർ ചപ്പാത്തി കഴിക്കത്തില്ല. നമ്മളെ വിളിച്ച് എങ്ങനെയെങ്കിലും RCMന്റെ ഗോതമ്പൊടി തന്നെ വേണം. പക്ഷെ ആ വ്യക്തിയെ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയാലും ആ വ്യക്തി കാണുന്നത് RCMന്റെ ഗോതമ്പൊടി മാത്രമാണ്. അവിടെ ഒരു പടം കാണുന്നുണ്ട്, കണ്ണടച്ച് കരയുന്ന ഒരു കുട്ടി, അല്ലെ? കണ്ണ് തുറന്ന് കാണാതെ നമുക്ക് ഒരിക്കലും അടുത്ത പ്രോഡക്റ്റ് കാണാൻ പറ്റില്ല. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അടുത്ത വേറൊരു കസ്റ്റമർ ഉണ്ട്, എനിക്ക് രണ്ട് പ്രോഡക്റ്റേ കാണത്തുള്ളൂ. എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും RCMൽ ആക്റ്റീവായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഓരോരുത്തരെയെങ്കിലും ഇപ്പൊ മൈൻഡിലോട്ട് വരുന്നുണ്ടാവും. ആട്ടയും എണ്ണയും മാത്രം എടുക്കുന്ന കുറേയധികം കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെ? അവരെ സംബന്ധിച്ചിടത്തോളം RCMൽ മറ്റൊന്നും അവരുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അവർക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കണ്ണ് തുറന്ന് നോക്കണം. ഇനിയുമുണ്ട് വേറെ ടൈപ്പ് കസ്റ്റമേഴ്സ്. 3 പ്രോഡക്റ്റ് എടുക്കും, പക്ഷെ അവരെടുക്കുന്ന പ്രോഡക്റ്റുകളിൽ വ്യത്യസ്തമായ പ്രോഡക്റ്റുകളാണ്. 10 രൂപയുടെ ഒരു പേസ്റ്റ് എടുക്കും, 10 രൂപയുടെ ഒരു ക്രീം എടുക്കും, 5 രൂപയുടെ ഒരു അഗർബത്തി എടുക്കും. ഇങ്ങനെയും കസ്റ്റമർ നമുക്ക് പ്രാക്ടിക്കലി എല്ലാവർക്കും ചിലപ്പോൾ ഓരോരുത്തരുടെ ഫേസ് ഉള്ളിലോട്ട് വരുന്നുണ്ടാവും, RCMൽ ആക്റ്റീവ് ആയിട്ടുള്ളതല്ല. കാരണം ഇവർക്കും RCM വേണം, ഇവർക്ക് ഇത് തീർന്നു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് തന്നെ വേണം. ഇതാണ് RCMന്റെ ശക്തി. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ്, അല്ലെ? ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടും RCM ഇത്രയും വളർന്നു. RCMന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച പ്രോഡക്റ്റ് അവർക്ക് വീണ്ടും വേണം. ഉപയോഗിക്കാത്ത പ്രോഡക്റ്റുകൾ അവർക്ക് അറിഞ്ഞുകൂടാ, അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് അവരുടെ കുറ്റമല്ല, അത് എനിക്ക് തോന്നുന്നു എന്റെ കുറ്റവും നമ്മുടെ ഓരോരുത്തരുടെയും കുറ്റവും. അവർക്ക് ആ പ്രോഡക്റ്റിന്റെ ഗുണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, അവർക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കേണ്ട കടമ നമ്മുടെ ഓരോരുത്തരുടെയാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ദിവസം RCMലുള്ള പ്രോഡക്റ്റിന്റെ എണ്ണം, കറക്റ്റ് എണ്ണമാണിത്, 4912 പ്രോഡക്റ്റ്. ഇന്ന് ചെക്ക് ചെയ്യാം, ഈ നിമിഷം ചെക്ക് ചെയ്താ. കാരണം ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ഈ പ്രസന്റേഷൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇട്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഇട്ടപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേനും 4830 പ്രോഡക്റ്റ് ആണ്. ഒരാഴ്ച കൊണ്ട് മാറ്റം വന്നതാണ് 4912. ഇത് ബിലീവ് ചെയ്യാൻ പറ്റും? ശരിക്കും ഞാനും കണ്ടപ്പോ ഒന്ന് ഞെട്ടി. അപ്പൊ ഞാൻ എന്ത് പ്രോഡക്റ്റാ ഇന്ന് വന്നെന്നറിയണ്ടേ? ഈ ഒരു ആഴ്ചക്കുള്ളിൽ വന്ന പ്രോഡക്റ്റുകൾ ആർക്കൊക്കെ അറിയാം? ഏതൊക്കെ പ്രോഡക്റ്റ് വന്നു? നെക്സ്റ്റ് നോക്കൂ, നമ്മുടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഒരു 4-5 പ്രോഡക്റ്റിന്റെ പടം, അതിന് മേളിൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്ലൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഒരു പുതിയ ടൈപ്പ് ചെരുപ്പ്. ഈ ചെരുപ്പ് ആരെങ്കിലും കണ്ടോ? ഷൂസ്, ഒരു എക്സ്ട്രാ ലോങ് സാനിറ്ററി പാഡ്. ഈ സാനിറ്ററി പാഡ് നേരത്തെ നമുക്കുണ്ട്, പക്ഷെ എന്താണ് പുതിയതായിട്ട് വന്നത്? അതിന്റെ ചെറിയ പായ്ക്ക്, 6 എണ്ണത്തിന്റെ പായ്ക്ക് നമുക്ക് ലോഞ്ച് ചെയ്തു. നമ്മളും അറിയുന്നില്ല, കമ്പനി പറയുന്നില്ല, നേരിട്ട് നമ്മൾ വേണമെങ്കിലെല്ലാം കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെ? നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് പുതിയ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ അറിയാം? നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? നമ്മൾ RCM ബിസിനസ്സാണ് ചെയ്യുന്നത്, അല്ലെ? RCM ബിസിനസ് ചെയ്യുമ്പോൾ RCMനെ പറ്റി നമുക്ക് എത്രത്തോളം അറിയാം? ഒന്ന് ചിന്തിച്ച് നോക്കുക. RCMൽ പ്രോഡക്റ്റ് എത്രയുണ്ട്, പുതിയ പ്രോഡക്റ്റ് വരുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാം കമ്പനി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഈ സിസ്റ്റം അറിയാം? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നമ്മുടെ കൂടെ വരുന്നവരെ ഓരോരുത്തരെയും നമ്മളിത് പഠിപ്പിക്കണം. കാരണം എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കണം, പുതിയ പ്രോഡക്റ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇത് ഓരോന്നും നമുക്ക് പറ്റും. ഇനി നമ്മുടെ പ്രോഡക്റ്റിന്റെ സെഗ്മെന്റ് പറയാം. കാരണം ഒരു പ്രോഡക്റ്റ് ഉള്ളൂ എന്ന് സങ്കടപ്പെടുന്ന ആൾക്കാർക്കും എല്ലാ പ്രോഡക്റ്റും ഉണ്ടെന്ന് അറിയാവുന്ന ആൾക്കാർക്കും എല്ലാം തുല്യ അവകാശമാണ് RCMൽ, അല്ലെ? അവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഉപയോഗിക്കാം. ഒന്ന് നോക്കുക, നമ്മുടെ ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റ് ഹെൽത്ത് കെയർ. അതിന്റെ ആരോ മാർക്കെ ഞാൻ തൊടുന്നില്ല. ആരോ മാർക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രോഡക്റ്റ് താഴോട്ട് വരും. ഇത് ജസ്റ്റ് സെഗ്മെന്റ് മാത്രം, ഒരു സെഗ്മെന്റ് മാത്രം ഒരു ലാപ്പിന്റെ പേജിൽ ഒതുങ്ങാത്ത രീതിയിലോട്ട് മാറി. ഇത്രയും വലിയൊരു ബിസിനസ്, ഇത്രയും വലിയ പ്രോഡക്റ്റ്, ഇത്രയും വാല്യൂ ഉള്ള ഒരു ബിസിനസ് നമ്മളൊക്കെ എങ്ങനെയാ ചെയ്യുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. മെൻസ് ഫാഷൻ, വുമൻസ് ഫാഷൻ, കിഡ്സ് ഫാഷൻ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ മുതൽ മരിക്കും വരെ വേണ്ട ഒട്ടുമിക്ക പ്രോഡക്റ്റും RCMലുണ്ട്. ഫുഡ്വെയർ, ചെരുപ്പ് വേണ്ട എല്ലാവർക്കും, ഷൂസ് വേണ്ടേ, ബാഗ്, ആക്സസറീസ്, ബെഡ്ഷീറ്റ്, ടവൽ, പേഴ്സണൽ കെയർ, ഹൗസ് ഹോൾഡ്,
ഫുഡ് ആൻഡ് ഗ്രോസറി, ഇതിന്റെ ഓരോന്നും സബായിട്ട് ആ ആരോ മാർക്കറ്റ് നിൽക്കി കഴിയുമ്പോൾ അറിയാം എന്തേലും പ്രോഡക്റ്റുകളാണ് കിടക്കുന്നതായിരുന്നു. ഹോം ആൻഡ് കിച്ചൺ, പെയിന്റ്, വീടിനടിക്കുന്ന പെയിന്റ്, അഗ്രികൾച്ചർ, ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞ യുണീക്ക് പ്രോഡക്റ്റ്. കാരണം ആർസിഎമ്മിലുള്ള പ്രോഡക്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ മറ്റൊരിടത്തും കിട്ടില്ല, അത് ആർസിഎമ്മിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിനെ നമ്മൾ യുണീക്ക് പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസന്റേഷനകത്ത് പറഞ്ഞേക്കുന്നത് ജേർണി വിത്ത് യുണീക്ക് ആർസിഎം പ്രോഡക്റ്റ്. കാരണം ഇതിന് പകരം വെക്കാൻ മറ്റൊരു പ്രോഡക്റ്റ് ഇല്ല, അല്ലെ? ഓരോ പ്രോഡക്റ്റും എടുത്തു നോക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്കറിയാം അതിന്റെ മേന്മ, ഉപയോഗിക്കാത്തവർക്ക് അതിന്റെ മേന്മ അറിഞ്ഞുകൂടാ. അപ്പം ഓരോ പ്രോഡക്റ്റും നമ്മൾ ഉപയോഗിച്ച് നോക്കുക എന്നുള്ളൊരു തീരുമാനം എന്നെടുക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പ്രോഡക്റ്റ് എങ്കിലും ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമ്മൾ ഓരോ തവണ ആർസിഎമ്മിന്റെ ഷോപ്പിൽ പോകുന്നുണ്ട്, നമ്മൾ ഇന്ന് വരെ ഉപയോഗിക്കാത്ത ഒരു പ്രോഡക്റ്റ് എങ്കിലും നമ്മൾ എടുക്കാൻ തയ്യാറാകും. കാരണം ആർസിഎമ്മിന്റെ പ്രോഡക്റ്റുകൾക്ക് ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട്. എല്ലാ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് പ്രോഡക്റ്റിന്റെ പടം ഒന്ന് പ്രസന്റേഷൻ എത്തിക്കാൻ നോക്കി. അപ്പം ഞാൻ ഏറ്റവും ഈസി ആയിട്ട് കണ്ടത് വളരെ മനോഹരമായിട്ട് ഓരോ പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. നമ്മൾക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഒരു പ്രോഡക്റ്റ് കാണുമ്പോഴായിക്കോട്ടെ, അതിന്റെ ആ കാണാനുള്ള ഒരു അട്രാക്ഷൻ, ഇതിങ്ങനെ നിരത്തി വെക്കുമ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള സാറ് ചെയ്ത വന്ന ഒരു ബുക്കിൽ നിന്ന് ഞാനത് ഫോട്ടോ എടുത്ത, അത് ഇത്രയും മനോഹരമായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മൾ ഓരോ പ്രോഡക്റ്റ് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഭംഗി തന്നെ തോന്നും. ഇതിനെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. പക്ഷെ എല്ലാം കൂടെ എന്ന് പറയാനും പറ്റത്തില്ല. ഇതിനകത്ത് ആകെ വന്നേക്കുന്നത് 4900 പ്രോഡക്റ്റ് ഉള്ളതിനകത്ത് ഇത്രയും പ്രോഡക്റ്റ് നിങ്ങൾക്ക് എണ്ണി നോക്കാം, അല്ലേ? വളരെ തുച്ഛമായ പ്രോഡക്റ്റ് മാത്രമേ നമുക്കൊരു ലാപ്പിന്റെ സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റും. സ്ക്രീനിന്റെ നിറഞ്ഞ് കവിഞ്ഞ് പോവാ, നിറഞ്ഞ് കവിഞ്ഞ് അപ്പുറത്തോട്ട് പോയിരുന്നു. ഞാൻ 2 പേജാക്കി, 2 പേജാക്കിയിട്ടും ഇത് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്ന പ്രോഡക്റ്റുകളുടെ എണ്ണം ഇപ്പോഴും ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ ആൾക്കാർ ആർസിഎമ്മിലുണ്ട്. ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇനി ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു, ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ പ്രോഡക്റ്റിന്റെ പ്രത്യേകത മാത്രമേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരുന്നുള്ളൂ. ഇത് ഇന്ന് ഇപ്പോ ആർക്ക് വേണേലും സെർച്ച് ചെയ്യാൻ ഗൂഗിളിൽ ടൂത്ത് പേസ്റ്റ് വാർണിംഗ് ഇൻ USA. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് അറിയാൻ നമ്മൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ലോകം മുഴുവൻ കൈപ്പിടിയില്ലാന്ന് പറയും, അല്ലെ? എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല? ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെന്നുണ്ടെങ്കിൽ. ഞാൻ അത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് സൂം ചെയ്തേക്കുവാണ്. ഒരു പേസ്റ്റിലുള്ള വാർണിംഗ് എഴുതിയേക്കുന്നതാണ്, ഇൻ കേസ് ആക്സിഡന്റലി അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയിസൺ കൺട്രോൾ ബോർഡിനെ സമീപിക്കുക. ഈ ഒരു പേസ്റ്റിൽ എഴുതി വെക്കേണ്ട വാർണിംഗ് ആണോ ഇത്? നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു നോക്കാം. നമ്മുടെ പേസ്റ്റിൽ ഈ വാർണിംഗ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതിന്റെ ലെറ്ററിങ് മാത്രം മാറ്റിയിട്ടുണ്ട്. വായിച്ചു നോക്കി മീനിങ് ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും എടുത്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിൽ വരുന്ന ഒരുവിധപ്പെട്ട 90% പേസ്റ്റുകളിലും ടൂത്ത് പേസ്റ്റുകളിലും ഈ ഒരു വാർണിംഗ് ഉണ്ട്. ഇത് അമേരിക്കയിലും നമ്മുടെ യൂറോപ്യൻ കൺട്രികളിലും ചെല്ലുമ്പോഴത്തേനും വാർണിങ്ങിനെ വ്യക്തമായിട്ട് എഴുതിയണം. അത് വ്യക്തമായിട്ട് എഴുതിയത് കൊണ്ടാണ് പോയിസൺ കൺട്രോൾ ബോർഡിനെ സമീപിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ഒരു പേസ്റ്റ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വിഷമുണ്ടെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും വിഴുങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും മീനിങ് ഒന്നാണ്, പക്ഷെ വിഷമാണെന്ന് നമ്മളോട് തെളിച്ച് പറയുന്നില്ല. നമ്മളത് മനസ്സിലാക്കുക. ആർസിഎം ചെയ്യുന്ന നന്മ എന്താണെന്ന് ഇപ്പൊ കാണിച്ചത്. ഇതാണ് ആർസിഎമ്മിന്റെ പേസ്റ്റ്. ഈ ആർസിഎമ്മിന്റെ പേസ്റ്റ് ഒന്ന് നോക്കൂ. അതിൽ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്ന നോൺ ഫ്ലൂറൈഡേറ്റഡ് ടൂത്ത് പേസ്റ്റ്. കാരണം ഉള്ളിൽ പോയാൽ മാരകമായ വിഷമുള്ള ഒരു സാധനവും നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ പോകരുത് എന്നൊരു വാർണിംഗ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിന്റെ വില ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനൊരു മാർക്കറ്റിലെ വില കമ്പയർ ചെയ്യുന്നില്ല. ആർസിഎമ്മിന്റെ MRP റേറ്റ് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഈ ഒരൊറ്റ പ്രോഡക്റ്റിന്റെ മാത്രമേ ഞാൻ വില കമ്പയർ ചെയ്യുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പലത് കണ്ടതാണ്. പക്ഷെ പുതിയ ആൾക്കാർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇത് MRP 60 രൂപ. ഇപ്പൊ പോയി നോക്കുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ, ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നോക്കുക, വീട്ടിലിരിക്കുന്ന പേസ്റ്റിന്റെ വില എത്രയാണ്? 100 ഗ്രാമിന്. ഇത് 100 ഗ്രാമാണ്, 60 രൂപയ്ക്കാണ് MRP കിട്ടുന്നത്. നമ്മൾ ആർസിഎമ്മിന്റെ ഐഡിയ ഉള്ളവർക്ക് 20% മേളിൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇന്ന് വരെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നത് 90% മൾട്ടിനാഷണൽ കമ്പനികളാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഇന്ത്യയുടെ ആ ഒരു പതാക, അത് നമ്മുടെ രാജ്യമല്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പ്രോഡക്റ്റ് വേണ്ട നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കാനായിട്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു പ്രോഡക്റ്റ് മാത്രം 144 കോടി ജനങ്ങള് ഒരെണ്ണം വെച്ച് മേടിച്ചാൽ പോലും 7600 കോടി രൂപയാണ് വിദേശത്തോട്ട് പോകേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ കിടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമ്മൾ രാവിലെ എണീക്കും മുതൽ വൈകിട്ട് കിടക്കുന്നിടം വരെ എന്തേലും പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ എത്ര എണ്ണം ഇന്ത്യൻ പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഇന്ത്യൻ പേരുകളിട്ട് വിദേശ കമ്പനികൾ നമ്മളെ പരസ്യം ചെന്ന് പറ്റിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കുറെ നന്മകളാണ് ആർസിഎം പറഞ്ഞു തരുന്നതും ആർസിഎം നമ്മളെ കാണിച്ചു തരുന്നതും. വിഷമില്ലാത്ത പേസ്റ്റ് ഉപയോഗിക്കാം, അതും വിലക്കുറവിൽ, അത് ഇന്ത്യക്ക് സഹായമായിട്ട്. നമുക്ക് ഇനി കൂടുതലൊന്നും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. കാരണം പ്രോഡക്റ്റുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് സെഗ്മെന്റുകൾ മാത്രം നോക്കാം.
RCMൽ കുറെ ബ്രാൻഡുകൾ, കുറെ കമ്പനികൾ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഗോമാർ സാർ പറഞ്ഞ ഒരു കമ്പനികളുടെ അസോസിയേഷൻ ആണ്. എണ്ണിയാൽ തീരാത്തത്രയും പ്രോഡക്റ്റുകൾ, ഓരോ ബ്രാൻഡ്. ഇതിന് 80% ബ്രാൻഡുകളും RCMന്റെ സ്വന്തം ബ്രാൻഡാണ്. നമുക്കറിയാം യോമിനി, സ്വച്ഛ, ഷിനോൾ, ഡെവിറ്റോ, ഇതൊക്കെ RCMന്റെ സ്വന്തം ബ്രാൻഡുകളാണ്. ഇതിൽ വേറിട്ട് നിൽക്കുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട്. പിന്നെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട്. അത് ഉദാഹരണമാണ് തുളസി പെയിന്റ്, ഗുഡ് ഡോട്ട്, നമ്മുടെ ഹെൽത്ത് ഗാർഡ്. ഇതൊക്കെ നമ്മൾ RCMമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ബ്രാൻഡുകളാണ്. ഇതിൽ കുറച്ച് ബ്രാൻഡുകൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം ഇന്ന് നമ്മൾ മെയിൻലി നോക്കുന്നത് ഇതിലൊരു ബ്രാൻഡിനെ പറ്റിയാണ്. ഇതിൽ ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്നത് നവൽപ്രഭ. എത്ര പേര് നവൽപ്രഭയെ പറ്റി കേട്ടെന്ന് പറഞ്ഞാൽ, ഓരോ കമ്പനിയെ പറ്റി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കമ്പനിയെ പറ്റി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മുഴുവൻ അതിനും സമയം വേണ്ടി വരും. കാരണം ഓരോന്നിന്റെ എത്തിക്സ്, ന്യൂട്രിചാർജ്, സപ്ലൈ ശേഖർ, എത്ര ആൾക്കാരെയാണ് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത്, എണ്ണിയാൽ തീരില്ല. RCMൽ വന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ ആരോഗ്യത്തിലേക്ക് വന്ന എനിക്ക് ഒത്തിരി ആൾക്കാർ, എത്രയോ ആൾക്കാരാണ് മരുന്നുള്ള ജീവിതത്തിൽ നിന്ന് മരുന്നില്ലാത്ത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കുന്നത്. RCM എന്ന നന്മ, ഈ ഓരോ കമ്പനികളും ഈ ഒരു നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഹരിതസഞ്ജീവനി ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ്. ഇതിന്റെയൊക്കെ ഒരു എത്തിക്കൽ കമ്പനികളാണ് ഇതെല്ലാം. ശ്രദ്ധിക്കുക, നമ്മൾ രാസവളമില്ല, ഒരു ജീവജാലങ്ങളെയും കൊല്ലാതെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഓരോ കമ്പനികളും, എല്ലാ ജീവനും തുല്യ വില കൊടുക്കുന്ന കമ്പനികൾ. അപ്പോ പെന്റോണിക് അതിൽ എഴുതിയേക്കുന്നത്, അതിന്റെ ഒരു ക്യാപ്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ. നമുക്ക് റൈറ്റ് ദ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി എഴുതാനായിട്ട് ഉള്ള പേന വരെ തന്നേക്കുക. ഇനി നമുക്ക് ഭാവിയിലിട്ടൊന്ന് പോവാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് നോക്കുന്നത് കുറെ കമ്പനികൾ, പ്രസ്റ്റീജ് ഉണ്ട്, അങ്ങനെ കുറെ കമ്പനികളുണ്ട്. ഞാൻ എല്ലാ കമ്പനികളുടെ പേര് ഇവിടെ കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ദിവസം ഈ ഒരു ചെറിയ ഡോട്ടിൽ നിന്നും വലിയ ഡോട്ടായ ഒരു കമ്പനിയെ പറ്റിയാണ്. ഇതൊരു ബ്രാൻഡാണ് ഗുഡ് ഡോട്ട്. ഗുഡ് ഡോട്ട് അറിയാം, ഡോട്ട് നമുക്കറിയാം. നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേനും ചില പ്രോഡക്റ്റിൽ ഫുഡ് ആണെങ്കിൽ അതിൽ നമുക്ക് റെഡ് ഡോട്ട് കാണും, ചിലതിൽ ഗ്രീൻ ഡോട്ട് കാണും. വെജിറ്റേറിയൻ എന്നുള്ളതിന്റെ ഡോട്ടാണ് ഗ്രീൻ ഡോട്ട്. അതിൽ നിന്നാണ് നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ ആ ഒരു ലോഗോ ഉത്ഭവിക്കുന്നത്. ഇനി ഗുഡ് ഡോട്ടിന്റെ ജനനം എന്താണെന്ന് നോക്കാം. ഗുഡ് ഡോട്ട് എന്ന ബ്രാൻഡ് ജനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 2013 കാലഘട്ടത്തിലാണ് ഗുഡ് ഡോട്ടിന്റെ ജനനം വന്നത്. ഈ രണ്ട് വ്യക്തികളിന്റെ കോ ഫൗണ്ടേഴ്സ് ആണ്, വേറെ ആൾക്കാരും ഉണ്ട്. അപ്പം ഒരു യൂത്ത്, കുറച്ചു പേര് ഇന്ത്യ യാത്ര ചെയ്തപ്പോഴത്തേക്കിനും കണ്ട കുറെ കാഴ്ചകൾ. കാരണം ഇന്ത്യയിൽ കൂടുതലും നമ്മൾ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ഒത്തിരി മൃഗങ്ങളെ ഒരു രീതിയിൽ വിശ്വസിക്കാൻ മേലാത്ത രീതിയിലുള്ള ക്രൂവാലിറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊരു നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞറിയാം. നമ്മളൊരു കോഴീനെയാണല്ലോ നമ്മൾ കാണുന്നില്ല, നമ്മൾ നോക്കുന്നില്ല പോകാൻ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും, അല്ലെ? പലപ്പോഴും നമുക്കത് ബുദ്ധിമുട്ടാണ്. ഒരു മൃഗത്തെ ആണേലും ഏത് ജീവനെ ആണേലും ഇല്ലാതാക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വരും. അത് എത്രത്തോളം ക്രൂരമാണ് പല നമ്മുടെ സ്ഥലത്തും, അല്ലെ? കോഴികളെയൊക്കെ തിക്കി നിറച്ച് കൊണ്ടുവരുന്നതാണ്. ചിലപ്പോൾ പശുക്കളെ തിക്കി നിറച്ച് നമ്മൾ ആ ലോറിയിൽ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ, കൊണ്ടുവന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് പിടയും. RCM മനസ്സിലാക്കിയവരും RCMനെ അക്സെപ്റ്റ് ചെയ്യുന്നവരുടെ മനസ്സൊന്ന് പിടയും, അല്ലാത്തവരുടെ ചിലപ്പോൾ പിടയത്തില്ല. അങ്ങനെ പിടയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് RCM ഏറ്റെടുത്തു. RCM നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ജീവൻ പോകുമ്പം നമുക്ക് എന്തെങ്കിലും സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്. RCM അവർക്ക് വേണ്ടിയിട്ടാണ് ഗുഡ് ഡോട്ട് നിലകൊള്ളുന്നത്. അപ്പം ഗുഡ് ഡോട്ട് ചെയ്തത് മറ്റൊന്നുമല്ല, മീറ്റിന് പകരം. കാരണം പലയിടത്തും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല ഹോട്ടലിൽ നിന്നും നമുക്ക് കേരളത്തിൽ കുറവാണ്, എന്നാലും തമിഴ്നാട്ടിലൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്, ന്യൂസുകൾ വഴി കേട്ടിട്ടുണ്ട്, പട്ടിയിറച്ചി കൊടുക്കാറുണ്ട്. പക്ഷെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? ഒരാൾ പോലും തിരിച്ചറിയത്തില്ല. കാരണം ഏതിറച്ചി കൊടുത്താലും നമ്മൾ കഴിക്കും. കാരണം നമ്മൾ ഇറച്ചിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ടേസ്റ്റ് എവിടാ വരുന്നത്? ടേസ്റ്റ് അതിൽ നമ്മൾ ചേർക്കുന്ന മസാലകൾക്കും അതിന്റെ രീതികൾക്കും കുക്കിംഗ് മെത്തേഡുകളും വഴിയാണ് ടേസ്റ്റുകൾ വെറൈറ്റി ആവുന്നത്. ചില ഹോട്ടലിലെ ചിക്കൻ കഴിച്ചിട്ട് അത് നല്ലതാണ്, തൊട്ടപ്പുറത്തെ ഹോട്ടലിലെ ചിക്കൻ കഴിക്കുമ്പം അത് ചീത്തയാണ്. എന്താണ് വ്യത്യാസം? ചിക്കൻ രണ്ടും ഹോട്ടലുകാർ മേടിച്ചത് ഒരൊറ്റ കടയിൽ നിന്നാണ്. പക്ഷെ വ്യത്യാസം വന്നത് അതിൽ ചേർത്ത മസാലയും അതിൽ ചേർത്ത കൂട്ടും അത് ഉണ്ടാക്കിയ ആളുടെ കൈപുണ്യവും മാത്രമാണ്. അപ്പം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇറച്ചിക്കല്ല നമ്മൾ വില കൊടുക്കേണ്ടത്, അതിന്റെ ടേസ്റ്റിനാണ് നമ്മൾ ഓരോരുത്തരും വില കൊടുക്കുന്നത്. പക്ഷെ ഇറച്ചി ഒരു ജീവനെ കൊന്നിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗുഡ് ഡോട്ട് ചെയ്തത് ആ ജീവനെ കൊല്ലാതെ ആ ടേസ്റ്റും ആ ഗുണവും ആ മണവും എല്ലാം നമുക്ക് കിട്ടും, ഒരു ജീവനെ പോലും നശിപ്പിക്കാതെ. അതായിരുന്നു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗുഡ് ഡോട്ട് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞാൻ പറയുന്നു,
ഫ്യൂച്ചർ ഗുഡോ. കാരണം RCMന്റെ എന്നല്ല, നമ്മുടെ എന്നല്ല, ലോകത്തിന്റെ ഫ്യൂച്ചർ ഗുഡോട്ടിലാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗുഡോട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു 2013 തുടങ്ങി, 2023 ആയപ്പോഴത്തേക്കിനും ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി ഓഫ് പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റ്. കാരണം അന്ന് ചെറിയ കമ്പനിയായിരുന്നു, ഇന്ന് വലിയ കമ്പനിയായി. അത് എത്ര വർഷം കൊണ്ടാന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വെറും 10 വർഷം കൊണ്ട്. ഇന്ന് ആരെ കൊണ്ട് പറ്റും? ഒരാളെ കൊണ്ടും പറ്റില്ല. ഒരു കമ്പനി തുടങ്ങിയിട്ട് ഇൻഡിവിജ്വലി ഇത്രയും വളർന്നു വരാനായിട്ട് ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനി ഓഫ് പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റ്. ഇതെങ്ങനെ നടക്കുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് സാധിച്ചത്? ഇതാണ് വിഷൻ എന്ന് പറയും. കാരണം നമുക്ക് വിഷണറി ആകാൻ പറ്റില്ല, എല്ലാവർക്കും വിഷണറി ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു വിഷണറി ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയെ കണ്ടാൽ, ആ കമ്പനിയുടെ കൂടെ കൈ കോർത്തതാണ് ഗുഡ്ഡോട്ടിന്റെ വിജയം. ഗുഡ്ഡോട്ട് എന്താ ചെയ്തേ? ഗുഡ്ഡോട്ട് ഐഡിയ കൊണ്ടുവന്നു, അത് മാർക്കറ്റ് ചെയ്യാനും അതിനെ വളർത്താനും വേണ്ടി ഗുഡ്ഡോട്ട് സമീപിച്ചത്, കൈ ചേർത്ത് പിടിച്ചത്, കെട്ടിപ്പിടിച്ചത് ആരെയാ? RCM. ആ പിക്ചർ ഒന്ന് നോക്കൂ. കാരണം എല്ലാവർക്കും അത് കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് അവിടെ ബൈനോക്കുലർ വെച്ചാട്ടാണ് നോക്കുന്നത്. ഗുഡ്ഡോട്ടും RCMഉം ഇരു കൈയും നീട്ടി അല്ലെ സ്വീകരിച്ചു. കാരണം ഒരേ ചിന്താഗതിയുള്ള കമ്പനികൾ വരുമ്പോഴത്തേക്കും നമുക്കും സന്തോഷം. നമ്മുടെ കൂടെ ടീമിലാണല്ലോ, നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരും നമ്മളെപ്പോലെ RCMനെ മനസ്സിലാക്കിയവരും നമ്മുടെ രീതിയിൽ ഉള്ളവരും ഒരാൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു കമ്പനിയും കൂടെ RCMലേക്ക് അസോസിയേറ്റ് ചെയ്യും. 2013 കാലഘട്ടത്തിലാണ്. അപ്പൊ RCMലേക്ക് ഇങ്ങനൊരു ചിന്താഗതിയുള്ള നല്ലൊരു കമ്പനി വന്നപ്പോൾ RCMും അതിനെ സ്വീകരിച്ചു. പക്ഷെ RCMനെ സ്വീകരിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? RCM എന്തില്ലേലും RCM വളരും. പക്ഷെ ഗുഡ്ഡോട്ട് RCMന്റെ കൂടെ കൂടിയപ്പം RCMന്റെ കൂടെ ഗുഡ്ഡോട്ടും വളർന്നു. നോക്കുക, 2016, 2018, 2020, 2024, 2024 RCMന്റെ ഗ്രോത്ത് നമ്മളെല്ലാം കാണുന്നതാണ്. അതുപോലെ തന്നെ ഗുഡ്ഡോട്ടിന്റെ ഗ്രോത്ത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ കാണാം. ഗുഡ്ഡോട്ട് എത്രത്തോളം വളർന്നു എന്നുള്ളത്. ഇത് നമ്മുടെ TC ചാബ്ര. കാരണം ഇങ്ങനെ ഒരു വിഷണറി മാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരിടത്തും നമുക്ക് കാണാൻ കിട്ടില്ല. നമ്മുടെ എവിടെയൊക്കെ നോക്കിയോ പലരെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, പലരെ പറ്റി നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വിഷൻ, ഇത്രയും സൗമ്യമായിട്ട്, ഇത്രയും ക്ഷമയോടെ ഈ ഒരു വിഷൻ നടപ്പിലാക്കണമെങ്കിൽ ഇത് ഇദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം 2000 വെറും 2 തുണിപ്പീസും കൊണ്ട് തുടങ്ങിയിട്ട് ഇന്ന് 2024 പ്രോഡക്റ്റിന്റെ എണ്ണം ഞാൻ കാണിച്ചു. ഇത് 2023 3000+ എഴുതിയിരിക്കുന്ന സ്ലൈഡാണ്. പക്ഷെ 24 പ്രോഡക്റ്റ് നമ്മളിപ്പോ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഒരു വർഷം കൊണ്ട് വന്ന മാറ്റം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഞാൻ മാറ്റാതെ വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 1000-ന് മുകളിൽ പ്രോഡക്റ്റ്, ഇപ്പൊ 5000 ആകാറായി. 2000 അടുത്ത പ്രോഡക്റ്റ് ഒരു വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ, ഒരു വർഷം ഗ്യാപ്പ് ആയില്ല. ഇതിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കും. കാരണം ഈ വിഷനാണ് അന്ന് TC ചാബ്ര എത്രത്തോളം വിഷൻ കണ്ടു നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് നമുക്കിത് കാണാൻ പറ്റണം. അദ്ദേഹത്തിന് വിഷൻ കാണാനുള്ള കഴിവുള്ളത് കൊണ്ട് പറ്റി. ഇന്ന് നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ നിന്നോളുക. വിഷൻ ഉള്ളവരുടെ കൂടെ നിന്നാൽ നമ്മൾ അവരുടെ കൂടെ വളരും. അത് മാത്രം മതി RCM വിജയിക്കാനായിട്ട്. RCMന്റെ കൂടെ നിൽക്കുക. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് കമ്പനിയായിട്ട് RCM വളർന്നു. അതിന്റെ കൂടെ ഗുഡ്ഡോട്ടിന്റെ വളർച്ച ചെറുതല്ല. വിദേശ രാജ്യങ്ങൾ വരെ ഗുഡ്ഡോട്ട് എത്താൻ തുടങ്ങി. ഇന്ന് പ്രമുഖ മാധ്യമങ്ങളിൽ ഗുഡ്ഡോട്ടിനെ പറ്റി വരുന്ന ന്യൂസുകൾ, സേവ് ആനിമൽസ് നമ്മുടെ മിഷൻ, ഗുഡ്നെസ് ഓഫ് മിഷൻ, നമ്മുടെ ഗുഡ്ഡോട്ടിന്റെ മിഷൻ, സേവ് ആനിമൽസ്, സേവ് എർത്ത്. ഇന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയുള്ള തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ട് പോകണം. അപ്പോൾ ഇന്ന് ഇതൊക്കെ അറിഞ്ഞത് വളരെ 1% ആൾക്കാർ മാത്രം. അല്ലാത്ത ഒരു സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കുക. കാരണം അവരൊന്നും അറിയുന്നില്ല. ഗുഡ്ഡോട്ട് എന്ന കമ്പനി ഉണ്ടെന്ന്, ഗുഡ്ഡോട്ടിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് പോലും അറിയാൻ മേലാതെ ഇന്ന് ജീവിക്കുന്ന, നമ്മുടെ ചുറ്റിനും ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ കഴിക്കുന്നത് നോക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, നമ്മുടെ കോളാസ്, പിന്നെ മീറ്റ്, ഇറച്ചിയെ പറ്റി പറയണ്ട. ഇറച്ചിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷനാണ് വരുത്താൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല അല്ലെ. ആർട്ടിഫിഷ്യൽ ആയിട്ട് വരെ ഇറച്ചികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ലോകം പുരോഗമിക്കുകയാണ്. അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലോട്ട് പുരോഗമനം വരുന്നുണ്ട്. നമ്മുടെ ഫുഡിൽ ഒരിക്കലും നമ്മൾ ഒരു കൃത്രിമത്വം കാണിക്കരുത്. കാരണം അത് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നതാണ്. അത് മനുഷ്യൻ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതിന് RCMൽ വന്നത് നമ്മുടെയൊക്കെ ഭാഗ്യം. കാരണം പാലിൽ വരെ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിൽ വരെ അഡൾട്രേഷൻ വരുന്നു. എന്തൊക്കെയാണെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ന്യൂസുകൾ വരുന്നത്. കുറേയൊക്കെ സത്യമാണ്, കുറേയെന്നല്ല, ഓൾമോസ്റ്റ് ഒക്കെ സത്യമാണ്. കാരണം ഇതൊക്കെ പിടിച്ചു കഴിയുമ്പോഴാണ് ഓരോ ന്യൂസ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ജങ്ക് ഫുഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഉപയോഗിക്കുമ്പോഴുള്ള നമ്മുടെ പ്രശ്നങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അസിഡിറ്റി, ഒബിസിറ്റി. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കുട്ടിയുടെ വലിപ്പം
വണ്ണം കൂടിയ കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. പല്ല് ദ്രവിച്ചു പോകുന്നു, ഡയബറ്റീസ് പ്രശ്നം, ക്യാൻസർ, ഹൈ കൊളസ്ട്രോൾ, സ്കിൻ പ്രോബ്ലംസ്, ഹാർട്ട് പ്രോബ്ലംസ്, ഇതൊക്കെ ജങ്ക് ഫുഡിന്റെ സൈഡ് എഫക്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ഹൈ ന്യൂട്രീഷൻ വേണോ ലോ ന്യൂട്രീഷൻ വേണോ എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം നമുക്ക് കിട്ടുന്നത് നല്ല പ്രോഡക്റ്റ്, നല്ല ന്യൂട്രീഷൻ വാല്യുള്ള പ്രോഡക്റ്റ് ആണ് RCMലൂടെ കിട്ടുന്നത്. അതിൽ ഏറ്റവും ഗുണമുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗുഡ് ഡോട്ടിലൂടെ കിട്ടുന്നത്. ഗുഡ് ഡോട്ട് എന്ന കമ്പനി ഞാൻ പറഞ്ഞു ഇന്ന് ചെറുതല്ല, തുടങ്ങിയപ്പോൾ ചെറുതായിരുന്നു. പക്ഷെ ഇവരുടെയും വിഷൻ കണ്ടോ, ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിൽ സ്റ്റീൽ എന്ന ഇൻഡസ്ട്രിയേക്കാളും മേളിലോട്ട് പോകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പ്ലാന്റ് ബേസ്ഡ് മീറ്റ്. അതിന് ഉദാഹരണം ഇപ്പൊ തന്നെ കാണാൻ തുടങ്ങി. ഏറ്റവും വലിയ കമ്പനി, ഇന്ത്യയിലെ വലിയ കമ്പനികളായ ടാറ്റ വരെ പ്ലാന്റ് ബേസ്ഡ് മീറ്റ് ഇറക്കി തുടങ്ങി. കുറേ കമ്പനികൾ വരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് അഭിമാനിക്കാം, നമ്മൾക്ക് മാത്രമാണ് ഗുഡ് ഡോട്ട്, മറ്റാർക്കും ഗുഡ് ഡോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഗുഡ് ഡോട്ട് മാത്രമാണ് ഇന്ത്യയിലെ നമ്പർ 1. ഇനി ഏത് കമ്പനി വന്നാലും ഗുഡ് ഡോട്ടിന്റെ അത്രയും പാരമ്പര്യം പറയാനില്ല. ഇത്രയും വർഷമായിട്ട് ഇത്രയും നല്ല പ്രോഡക്റ്റുകൾ തരുന്നു. ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകളുടെ ഒരു പ്രത്യേകത നോക്കും, 12 മാസം ഷെൽഫ് ലൈഫ്. അതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. പ്രിസർവേറ്റീവ് ഇല്ലാതെ 12 മാസം ഷെൽഫ് ലൈഫുള്ള വേറെ ഒരു വെജ് മീറ്റും ഇന്ന് ഇന്ത്യയിലില്ല. ബിഗസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം, RCMലുള്ള എല്ലാവർക്കും അറിയാം. കാരണം RCMന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ ഇന്ത്യ ഒട്ടാകെ ഓരോ 3 കിലോമീറ്ററിലും RCMന്റെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളുണ്ട്, അല്ലെങ്കിൽ RCMന്റെ ഡിസ്പ്ലേ വാളുകളുണ്ട്. 1,00,000-ൽ മേളിൽ ഡിസ്പ്ലേ വാളുകളുണ്ട്, 15,000-ന് മേളിൽ ഷോപ്പുകളുണ്ട്. ഇത്രയും വലിയ നെറ്റ്വർക്കിലൂടെ RCMുമായിട്ട് ഒന്ന് കൈ കോർത്തതിന്റെ പേരിലാണ് ഗുഡ് ഡോട്ട് ഒന്നും അറിയണ്ട, എല്ലാം RCM ചെയ്യും. RCMന്റെ ആ ഒരു പവർ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ഏത് പ്രോഡക്റ്റും RCM ഇന്ത്യയുടെ ഏത് കോണിലും എത്തിക്കാനായിട്ട് RCMന് പവർ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും പ്രോഡക്റ്റിൽ എത്തിക്കുന്നു അല്ലേ. RCMന് ഷോപ്പ് ഇല്ലാത്തടത്തും RCMന്റെ പ്രോഡക്റ്റ് അവൈലബിൾ അല്ലാത്തടത്തും നമ്മൾ ഓരോ ലീഡർമാരും നമുക്ക് വേണ്ട അസോസിയേറ്റിന് നമ്മൾ പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. കാരണം RCMന്റെ പ്രോഡക്റ്റ് ആ ഒരു ജീവനെ രക്ഷിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ഒരു കടമ നിർവഹിക്കുക. പിന്നെ മെയ്ഡ് ഫ്രം പ്ലാന്റ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടുവന്നത് തന്നെ ഗുഡ് ഡോട്ടിന്റെ എല്ലാ പ്രോഡക്റ്റും വെജിറ്റേറിയൻ ആണ്. അതായത് പ്ലാന്റിൽ നിന്ന് മാത്രമേ, പാലുൽപ്പന്നങ്ങൾ പോലുമില്ല. ഗുഡ് ഡോട്ട് വീഗൻ പ്രോഡക്റ്റ് ആണ്. കാരണം വീഗനിസം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഹൈ ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു, നമുക്ക് ന്യൂട്രീഷൻ വാല്യൂ കൂടുതൽ വേണോ കുറഞ്ഞത് വേണോ നമ്മൾ തീരുമാനിക്കുക. ഗുഡ് ഡോട്ടിന്റെ ഏറ്റവും ബെനിഫിറ്റ് ആണ് ഹൈ ന്യൂട്രീഷൻ പ്രോഡക്റ്റുകളാണ്. വില കമ്പയർ ചെയ്യാം, ഏത് വെജിറ്റേറിയൻ മീറ്റ് പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്തോ ഗുഡ് ഡോട്ടിനേക്കാളും താഴെ വേറെ ഒന്നും കിട്ടില്ല. ഇത്രയും ക്വാളിറ്റി കൂടി ഇത്രയും ചീപ്പസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗുഡ് ഡോട്ട് RCMൽ വീണ്ടും വില കുറച്ച് കിട്ടുന്നു. ഇത്രയും ഭാഗ്യം ചെയ്ത മറ്റൊരാൾ എനിക്ക് തോന്നുന്നു RCMക്കാരല്ലാതെ വേറെ ഒരു കമ്പനിക്കാരും ഇല്ല. കാരണം RCMൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു ഭാഗ്യം കിട്ടുന്നത് എല്ലാവർക്കും. അപ്പൊ ഗുഡ് ഡോട്ടിന്റെ ഇന്നത്തെ മാർക്കറ്റ് ഷെയർ നോക്കുമ്പോഴത്തേക്കിനും 99% ഗുഡ് ഡോട്ടാണ്. ഇന്ത്യയിൽ പ്ലാന്റ് ബേസ്ഡ് മീറ്റിൽ 99% ഗുഡ് ഡോട്ട് എന്നുള്ള കമ്പനി മാത്രം. വെറും 1% അതേഴ്സ്. ഒരു കമ്പനി അല്ല, ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ ഇപ്പം വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. വിദേശ കമ്പനികൾ വരാം. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ 99% ഗുഡ് ഡോട്ട് മാത്രമാണ്. അത് ഏറ്റവും കൂടുതൽ പോകുന്നത് RCM വഴിയാണ്. RCM ആണ് ഗുഡ് ഡോട്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഒന്ന് ഓർത്ത് നോക്കാം, RCMന്റെ പവറാണ് ഈ കാണിക്കുന്നത്. വെറും 10 വർഷം കൊണ്ട് 99% ഷെയർ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഗുഡ് ഡോട്ടിന് പറ്റിയെങ്കിൽ അത് RCMന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ പവറാണ്. നമ്മൾ ഓരോരുത്തരും RCMന്റെ സിസ്റ്റത്തിന്റെ പവർ മനസ്സിലാക്കി RCMൽ വർക്ക് ചെയ്യുക. ഇത് വെറും ഒരു സെഗ്മെന്റിനെ പറ്റി മാത്രം, വെറും ഒരു കമ്പനിയെ പറ്റി മാത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കണ്ടു 4900 പ്രോഡക്റ്റിൽ തുടങ്ങിയിട്ട് അതിലൊരു അംശമായിട്ട് കിടക്കുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. അതിന് പോലും ഇത്രയും വാല്യൂ, എത്രയോ ബെനിഫിറ്റ് ആണ്. നമുക്ക് ആർക്കാണ് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത്? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതും ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് RCM. ഞാൻ നാളെ മരിച്ചാലും കുഴപ്പമില്ല, നാളെ പറയും. പക്ഷെ നാളെ കൊല്ലട്ടെ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം കൊണ്ട് നീട്ടി ചോദിക്കുന്നവരാണ് എല്ലാവരും. കാരണം നമുക്കുള്ളിൽ എന്തോ അത് പുറത്തോട്ട് പറയാൻ മടിയാണ്. അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന്. അപ്പോൾ ഇവിടെ കുറച്ച് കൺട്രികൾ 100 വർഷത്തിന് മേളിലാണ് അവിടുത്തെ ആവറേജ് ആയുസ് വരുന്നത്. ഇതിലൊക്കെ എന്താ പ്രത്യേകത? ഈ ഒരു കൺട്രികളിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം ആ ഒരു സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കിനും അതിനകത്ത് വന്ന കുറച്ച് പോയിന്റുകളാണ് ഇവിടെ കണ്ടത്. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അവർക്ക് ലൈഫിനെ കുറിച്ചുള്ള അറിവ്. കാരണം നോളജ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്.
അല്ലെ? ആസിമിൽ എപ്പോഴും കൊടുക്കുന്ന നമ്മുടെ ശരീരത്തെ പറ്റിയും നമ്മുടെ ജീവിതത്തെ പറ്റിയും ഒക്കെയുള്ള അറിവുകളാണ് നമ്മൾ ഓരോ പ്രോഗ്രാമിലൂടെയും ജനങ്ങളോട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ് ഇല്ലാത്ത ഒരു ലൈഫ് ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറേ ട്രെയിനിങ്, കുറേ പോയിന്റുകൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് സന്തോഷകരമായിട്ട് പോകാൻ, നമ്മുടെ ആയുസ് കൂടാൻ വേണ്ടിയിട്ട് ഒക്കെ. ഇനി ഇതിനകത്തൊക്കെ നോട്ട് ചെയ്ത ഒരു മെയിൻ ഫാക്ടറാണ് ഇവര് കഴിക്കുന്നതിൽ 95% പ്ലാൻ ബേസ്ഡ് ഫുഡാണ്. ഈ ബ്ലൂ സോൺ കണ്ടെടുത്ത് നമ്മളിപ്പോ കണ്ടു 100 വയസ്സിന് മുകളിൽ വരെ ആരോഗ്യമായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ? കുറെ കൺട്രികളിലുണ്ട്. ഇവരിലെല്ലാം നടത്തിയ സ്റ്റഡിയിൽ കോമൺ ആയിട്ട് കണ്ട ഒരു ഫാക്റ്റ് ആണ് 95% അവർ കഴിക്കുന്നത് പ്ലാൻ ബേസ്ഡ് ഫുഡാണ്. നമ്മുടെ ഗുഡ്ഡോട്ടിലുള്ളത് എന്താണ്? മുഴുവൻ പ്ലാൻ ബേസ്ഡ് ഫുഡാണ്. പ്ലാൻ ബേസ്ഡ് ഫുഡ് അല്ലാതെ ഒന്നും ഗുഡ്ഡോട്ടിലില്ല. കാരണം ലൈഫ് നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ ഗുഡ്ഡോട്ടിൽ ചെയ്യാം. ഇവിടെ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് തന്നെ അതാണ്, ചൂസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വിത്ത് ഗുഡ് ഡോട്ട്. കാരണം ജങ്ക് ഫുഡിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അൺഹെൽത്തി ആണ് ജങ്ക് ഫുഡ്. ഇപ്പറയോ വല സൈഡിൽ കാണിച്ചിരിക്കുന്ന ഗ്രീനോ, അത് ഹൈ പ്രോട്ടീൻ ആണ്, ഹെൽത്തി ആണ്, ഹൈ ഡയറ്ററി ഫൈബർ ആണ്. നമുക്ക് വേണ്ട എന്താണോ അത് ഗുഡ് ഡോട്ടിലുണ്ട്. ഗുഡ് ഡോട്ട് തരുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം പ്രത്യേകത അത് ഹൈലി ന്യൂട്രീഷ്യൻസ് ആണ്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ സ്ലൈഡിലും അത് തന്നെയാണ് പറയുന്നത്. കണ്ടോ, ദ വേൾഡ് ഇസ് മൂവിങ് ടുവേർഡ്സ് ജങ്ക് ഫുഡ്. എല്ലാവരും പോകുന്നത് ജങ്ക് ഫുഡിന്റെ വഴിയിലേക്കാണ്. പക്ഷേ RCMകാരോ, RCM സീരിയസ് ആയിട്ട് ചെയ്യുന്ന അസോസിയേറ്റ് ബേസ് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ സുരേഷ് സാറും രാജൻ സാറും ഒക്കെ പഠിപ്പിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഓരോ അവയവങ്ങളെ പറ്റിയും പഠിക്കുന്നു. അപ്പോ ഓരോന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് പഠിക്കുന്നു. നമ്മുടെ ഭാഗ്യമാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റിയത്. നമ്മുടെയൊക്കെ ഭാഗ്യമാണ് നമുക്ക് ഗുഡ് ഡോട്ട് കിട്ടിയത്. കാരണം ഗുഡ് ഡോട്ടിന്റെ ഭാഗ്യമായിരിക്കാം RCMൽ വന്നത്, പക്ഷെ RCMൽ വന്നവരുടെ ഒക്കെ ഭാഗ്യമാണ് ഗുഡ് ഡോട്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകണം. നമ്മുടെ ടീം വർക്ക് എങ്ങനെയാണ് അല്ലെ? നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടുപേർക്കും വിജയം ഉണ്ടാക്കാൻ പറ്റും. അതുപോലാണ് ഇവിടെയും കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹകരണത്തോടെ പോകുന്നു, വിജയം രണ്ടുപേർക്കും കിട്ടുന്നു. അപ്പൊ RCM അസോസിയേറ്റ് ബയർ ആയിട്ടുള്ള എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം നല്ല ജീവിത രീതി പഠിപ്പിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ, മരുന്നില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് RCMനെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മളതിനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. തീരുമാനം അവനവന് എടുക്കണം. RCM പറയുന്ന പോലെ RCMന്റെ കാര്യങ്ങളെല്ലാം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റിയാൽ നമുക്കും പറ്റും. അങ്ങനെ എല്ലാവരും. ഇനി കുറച്ച് ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകളെ പറ്റി നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ കാണിക്കുന്നത് കേരളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഡക്റ്റ്. ഗുഡ് ഡോട്ട് കേരളത്തിന് വേണ്ടി മാത്രം തന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ് എന്ന് വേണം പറയാം, ഹൽവ. ഹൽവ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഹൽവ അത് ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴിക്കാൻ പോകില്ല. കാരണം അതിനെപ്പറ്റിയൊക്കെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഹൽവയുടെ പ്രത്യേകത, കാരണം ഗുഡ് ഡോട്ട് ഒരു കാര്യം തരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളാണ്. നമ്മൾ ആ കമ്പനിയുടെ പ്രത്യേകത കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ കുറച്ച് പ്രത്യേകതകളാണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് കടലമാവ്, നമ്മുടെ ഏലക്കയ്ക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ആണ് ഏറ്റവും നല്ല ഏലക്ക കിട്ടുന്നത്. കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഏലക്കകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാവരും നടുക്ക് നിൽക്കുന്ന പ്രോഡക്റ്റിനെ RCMലുള്ളവർക്ക് പരിചയമുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട പ്രോഡക്റ്റ് ആണ് ഹെൽത്ത് ഗാർഡ് ഓയിൽ. ആരോഗ്യ സംരക്ഷണ എണ്ണ എന്ന് പറയുന്ന ഒരു എണ്ണ അത് RCMന് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും ഇന്ന് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ RCMന്റെ ലീഡർമാരോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഹെൽത്ത് ഗാർഡ് ഓയിൽ, നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു എണ്ണ. വിശ്വസിക്കാൻ പറ്റുമോ? ഒരെണ്ണയ്ക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം. കാരണം നമ്മുടെ സാധാരണ ഒരു ജനത്തോട് എന്ന് പറഞ്ഞാൽ എണ്ണ കഴിച്ചാൽ അത് കൊളസ്ട്രോൾ കൂട്ടുമെന്ന് പറയുമ്പോൾ ഈ ഒരു എണ്ണയ്ക്ക് മാത്രമുള്ളൊരു കഴിവാണ് നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതം, ഒരു അമൃതം എന്ന് പറയുന്ന എണ്ണ. കുടിക്കാൻ, കണ്ണിലൊഴിക്കാം. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ആട്ടുന്ന എണ്ണ പോലും കണ്ണിലൊഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഈ എണ്ണ കണ്ണിലൊഴിക്കാം. കാരണം ഞാൻ കണ്ണിലൊഴിച്ചിട്ടുണ്ട്, ഞാൻ കുടിക്കും. അതെല്ലാം കാരണം പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പം എത്രയോ ആൾക്കാർ, RCMന്റെ സീരിയസ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ ഇത് ചെയ്യുന്നു. വളരെ ഗുണമുള്ള സാധനം. ഇനി നമ്മുടെ ഹൽവയുടെ ഗുണങ്ങൾ നോക്കൂ. 9.3 ഗ്രാം, 100 ഗ്രാം ഹൽവ കഴിച്ചാൽ 9 ഗ്രാം പ്രോട്ടീൻ കിട്ടും. നമ്മളൊരു പ്രോട്ടീൻ പൗഡർ മേടിക്കണമെങ്കിൽ വിലയുണ്ടെന്ന് നമുക്കറിയാം അല്ലെ? പക്ഷെ ഇവിടെ ഒരു ഹൽവ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടിയാൽ ഇതിനേക്കാളും വലിയ കാര്യം എന്താ? കാരണം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ന്യൂട്രീഷനെ ചെല്ലുക. ഇതാണ് RCMന്റെ ഓരോ പ്രോഡക്റ്റിലും ഒളിച്ചിരിക്കുന്നത് ന്യൂട്രീഷനാണ്. മായങ്ങളല്ല, മന്ത്രങ്ങളല്ല, ഒന്നുമില്ല. നമുക്ക് ശരീരത്തിന് വേണ്ട എന്താണോ അത് ഒളിപ്പിച്ചു വെച്ചിട്ട് തരുന്നതാണ്. നമ്മൾ അതിനെ കണ്ടെത്തി കഴിച്ചു നോക്കും. ഈ പ്രോഡക്റ്റ് എത്ര മനോഹരമാണ്. നമ്മൾ
ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാറാനായിട്ട് നമ്മുടെ ഹൽവ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാറുന്നുണ്ടെങ്കിൽ എന്ത് രസമാണ്. നമുക്കൊരു മധുരം നമ്മളിപ്പം നമുക്ക് ഈ ഹൽവ കൊടുക്കാം അല്ലെ. ഇനി അതിന്റെ ബെനിഫിറ്റുകളൊന്നും നോക്കും കമ്പാരിസൺ വിത്ത് അതർ സ്വീറ്റ്സ്, മാർക്കറ്റിലുള്ള സ്വീറ്റ്സ്. നമ്മുടെ ഹൽവയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയവർക്കെല്ലാം അറിയാം, സൂപ്പർ ടേസ്റ്റ് അല്ലെ. അപ്പോൾ മാർക്കറ്റിലുള്ളത് പലതരം ടേസ്റ്റുകൾ വരുന്നുണ്ട്. മോർ പ്രോട്ടീൻ ആണ് നമ്മുടെ ഹൽവയ്ക്ക്. മാർക്കറ്റിൽ കിട്ടുന്ന ഏത് സ്വീറ്റിനകത്താണ് പ്രോട്ടീൻ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം 0 പ്രോട്ടീൻ ആണ്, നോ പ്രിസർവേറ്റീവ്. കാരണം ആ ക്യാന്റെ പ്രത്യേകത കൊണ്ടാണ് അതിന്റെ ഷെൽഫ് ലൈഫ്. ആ ക്യാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഷെൽഫ് ലൈഫ് കുറയും. അപ്പോൾ ക്യാൻ പൊട്ടിക്കുന്നിടം വരെ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവുകളൊന്നുമില്ല. ആകെ ഉള്ളത് നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ മാത്രം, ആരോഗ്യ സംരക്ഷണ എണ്ണ മാത്രമാണ് അതിന്റെ നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയിട്ട് വരുന്നത്. 1 വർഷത്തോളം ലൈഫ് ഉണ്ട്. ആ ക്യാന് പൊട്ടിക്കാതെ നമുക്ക് 1 വർഷം, നമ്മൾ 2 3 4 രൂപ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വിരുന്നുകാരോ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാം. വെറും 2 മിനിറ്റും കൊണ്ട് കുക്ക് ചെയ്യാം. പിന്നീട് ഓയിൽ ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ ഇതിൽ മാത്രമല്ല, നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും മേടിച്ചു. നമ്മൾ ബേക്കറി പോയിക്കോട്ടെ, ബ്രാൻഡഡ് സാധനങ്ങൾ മേടിച്ചോട്ടെ, ഏറ്റവും വലിയ ബ്രാൻഡഡ് സാധനം മേടിച്ചോട്ടെ, എന്തൊക്കെ മേടിച്ചാലും, ബിസ്ക്കറ്റ് മേടിച്ചാലും, മിക്സർ മേടിച്ചാലും, സ്വീറ്റ്സ് മേടിച്ചാലും ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിലാ? പാം ഓയിലാ. ആർസിഎമ്മിൽ മാത്രമല്ലേ ഉള്ളൂ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നുള്ളൂ. ആർസിഎമ്മിന്റെ മാത്രം പ്രോഡക്റ്റേ ഉള്ളൂ റൈസ് ബ്രാൻ ഓയിൽ എന്ന മഹാ അത്ഭുതം തരുന്ന ഈ ഒരു ഹെൽത്ത് ഗാർഡ് ഓയിൽ ഉണ്ടാക്കുന്നത്. അത് ആർസിഎം മാത്രമാണ്. ഈ ഹൽവ മാത്രമല്ല, നമ്മുടെ നൂഡിൽസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനവും നമ്മൾ കുറിക്കാൻ ഉപയോഗിക്കുന്ന മിക്സ്ചറുകൾ, ബിസ്ക്കറ്റുകൾ ഒക്കെ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഹെൽത്ത് ഗാർഡ് ഓയിലാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആർസിഎം ചെയ്യുന്ന നന്മ നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ലെസ് കോസ്റ്റ്. ഈ ഹൽവയുടെ റേറ്റ് കുറവാണ്, നമ്മൾ മാർക്കറ്റിൽ പോയി ഇതിന്റെ ഇരട്ടി കൊടുക്കണം. കാരണം അതുപോലെ നിൽക്കുന്നു നമ്മുടെ ഗുഡിന്റെ അടുത്ത പ്രോഡക്റ്റ് ആണ് ഗുഡ്സിപ്പ്. ഒരു കുഞ്ഞൻ പ്രോഡക്റ്റ്. ഇപ്പൊ ഞാനത് കുടിച്ചതേ ഉള്ളൂ. കാരണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചുമ്മാ, ഒരു വാട്ടർ ബോട്ടിലിൽ ചുമ്മാ ഒരു കുപ്പി എടുക്കുക, നമ്മുടെ ഇത് പൊട്ടിക്കുക, കലക്കുക, സംഭവം കഴിയും. അതിലുള്ള കണ്ടന്റ് നോക്കും. കാരണം അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ B12, വൈറ്റമിൻ C, വൈറ്റമിൻ D2, ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഗുളിക മേടിക്കണമെങ്കിൽ എത്ര രൂപ വരും? ഒന്ന് ആലോചിച്ച് നോക്കും. അത് നാച്ചുറൽ ആയിട്ട് ഇതിന്റെ കണ്ടന്റുകൾ ജസ്റ്റ് പെട്ടെന്നും കാണാം. നെല്ലിക്ക, മിന്റ്, പുതിന, നമ്മുടെ ജിഞ്ചർ, ഇഞ്ചി, ലെമൺ, നാരങ്ങ, ബേസിൽ, തുളസി, ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക്, ക്ലോവ്, നമ്മുടെ ഗ്രാമ്പു, അലോവേറ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഒരു കുഞ്ഞൻ പാക്കറ്റിലാക്കി തരുക. ഇതിന്റെ എല്ലാ ന്യൂട്രീഷൻ ബെനിഫിറ്റുകൾ, ഇതെല്ലാം കഴിക്കുമ്പോഴുള്ള ന്യൂട്രീഷൻ ബെനിഫിറ്റുകൾ നമുക്ക് ഈ ഇത് കലക്കി കുടിക്കുമ്പോഴത്തേക്കിനും കിട്ടുന്നു. നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് സത്യം പറഞ്ഞാൽ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എനർജി കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കുഞ്ഞൻ സാധനം. വളരെ വില കുറച്ച്, നമുക്ക് 30 രൂപ 25 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധാരണ പ്രോഡക്റ്റ്. പക്ഷെ ഇതൊക്കെയാണോ? ഇതൊക്കെ മാർക്കറ്റിലുണ്ട്, ഇതൊക്കെ ഇന്ത്യയിലുണ്ട്, ഇതൊക്കെ ആർസിഎംകാർക്ക് അറിയാം. പക്ഷേ ആർസിഎമ്മിലല്ലാത്ത ആരും ഇത് അറിയാതെ പോകും. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്നത് ചായയാണ്. പിന്നീട് വരുമ്പോഴത്തേനും അത് കോഫി, പിന്നെ ജ്യൂസ്, സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്, പാല്, ഇതൊക്കെ. ഇതിനൊക്കെ നമുക്ക് എവിടെയാണ് ആരോഗ്യ ബെനിഫിറ്റ് ഉള്ളത്? നമ്മൾ മുമ്പേ കണ്ട ഗുഡ്സിപ്പിന് അതിന് ഹെൽത്ത് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആരോഗ്യത്തിന് ഗുണം നൽകാത്ത ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ മാറ്റിയിട്ട് അതിനൊരു റീപ്ലേസ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമുക്കത് വലിയൊരു നേട്ടമായിരിക്കും. കാരണം നമുക്ക് ഓരോരുത്തർക്കും സ്വയം നമ്മൾ മാറുക, നമ്മൾ ഓരോരുത്തരും ആദ്യം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ബെനിഫിറ്റ് കിട്ടിയാൽ, ബെനിഫിറ്റ് കിട്ടുമെന്ന് കുറച്ച് ചെയ്താൽ ബെനിഫിറ്റ് കിട്ടും അല്ലെ. അപ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന് മാർക്കറ്റിലുള്ള ഒരു ഗുണവുമില്ലാത്ത കോളകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത്. ഇന്ന് വരെ ഒരു ഗുണവും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും പരസ്യങ്ങളും മാർക്കറ്റിംഗ് ടെക്നിക്കും കാരണം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് അതാണ്. പക്ഷെ നമ്മളിവിടെ നോക്കുക, ഈ കുഞ്ഞൻ പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ C കിട്ടും, വൈറ്റമിൻ D2 കിട്ടും, വൈറ്റമിൻ B12 കിട്ടും, സിങ്ക് കിട്ടും. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഹെൽത്തി ഡ്രിങ്ക്. ഇത് നമ്മൾ കഴിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ പലപ്പോഴും പരസ്യങ്ങളുടെയും മാർക്കറ്റിംഗ് ടെക്നിക്കുകളുടെയും പുറകെ പോകുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ശരിക്കും പരസ്യത്തിന്റെ ഒരു കണ്ണാടി പോലെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ആ കണ്ണാടി, പരസ്യങ്ങളാകുന്ന കണ്ണാടി നമ്മളൊന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നോക്കും മാത്രമേ നമുക്ക് ഗുഡ്സിപ്പ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ. കാരണം ഗുഡ്സിപ്പ് കൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കി നോക്കുക. ഗുഡ്സിപ്പ് വിത്ത് ഹണി, ഗുഡ്സിപ്പ് ലസ്സി, ഗുഡ്സിപ്പ് പാനിപ്പൂരി, ഗുഡ്സിപ്പ് ദഹി, അങ്ങനെ ഇഷ്ടം. ചൂടാക്കി കഴിക്കാം ഗുഡ്സിപ്പ് ടീ, തണുപ്പത്തും കഴിക്കാം, ചൂടത്ത് കഴിക്കാം. കാരണം സോഡയ്ക്കത്ത് കുടിക്കാം, നമ്മൾ തണുത്ത് വേണം, ചൂടുവെള്ളത്തിൽ വേണം, ചൂടുവെള്ളത്തിൽ. ഗുഡ്സിപ്പ് ടീ വളരെ
നല്ല സാധനം. അപ്പം നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റുകളൊക്കെ ഇപ്പൊ പറഞ്ഞ 2 പ്രോഡക്റ്റും മറ്റൊരിടത്തും കിട്ടില്ല, അത് ആസിമിൽ മാത്രം. ഇനിയാണ് അടുത്ത വണ്ടർഫുൾ സാധനം, നമ്മുടെ നൂഡിൽസ്. ഈ നൂഡിൽസ് വേണ്ടി ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ഗുണമുള്ളൊരു നൂഡിൽസ് വേറെ ഉണ്ടെന്ന് തോന്നില്ല. അതിലും കണ്ടുക, ഈ സ്ലൈഡിൽ നോക്കുക, ഇതിന്റെ പ്രത്യേകത എന്നാ? അത് ഉണ്ടാക്കിയേക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. നമ്മളൊന്നും പറഞ്ഞു ഹെൽത്ത് ഗാർഡ് ഓയിൽ. ഈ ഹെൽത്ത് ഗാർഡ് ഓയിലാണ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ആസിമിൽ പിടിച്ചു നിർത്തുന്നത്, അല്ലെ? എത്രയോ ആൾക്കാരെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഫാറ്റി ലിവർ ഉള്ളവർ, വെരിക്കോസൈൻ ഉള്ളവർ, ഹൈ പ്രഷർ ഉള്ളവർ, ഹൈ ഷുഗർ ഉള്ളവർ, എത്ര ആൾക്കാർ. ഓരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇതൊരാളോട് പറയാൻ മതി. പക്ഷെ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ആരും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തതല്ല. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം ഇതിന്റെ സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞവരാണ് ആർസിഎംകാർ. ഈ സത്യം നമ്മൾ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഇങ്ങനെ ഒരു നൂഡിൽസ് ലോകത്തില്ല. കാരണം ഇതിലെ കണ്ടന്റ് ജസ്റ്റ് അതിലെ പ്രോട്ടീൻ തന്നെ നോക്കുക. പീ പ്രോട്ടീൻ ഉണ്ട്, സോയ പ്രോട്ടീൻ ഉണ്ട്, വീറ്റ് ഫ്ലോർ ഉണ്ട്, ഓട്സ് ഫ്ലോർ ഉണ്ട്. ഇനി അതിന്റെ ഫുൾ കണ്ടന്റ് നമ്മൾ എടുക്കുക നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് ഗോതമ്പ് പൊടി, നമ്മളെന്ന് പറഞ്ഞു, ഓട്സ്, കടലപ്പൊടി, സോയ പ്രോട്ടീൻ, അയഡൈസ്ഡ് ഉപ്പ്, മല്ലിവിത്ത്, ചോളം, ഉള്ളി ഉണക്കി പിടിച്ചത്, നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ലോകത്തിലെ ഏക ഹെൽത്തി നൂഡിൽസ് ആണ്. എത്ര പ്രായമുള്ളവർക്കും കൊടുക്കാം, എത്ര പ്രായം കുറഞ്ഞവർക്കും. കാരണം ഫൈബർ റിച്ച് ആണ്, വൈറ്റമിൻ റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, മിനറൽസ് ഉണ്ട്. കാരണം ഓരോ പ്രോഡക്റ്റ് വഴി നമ്മുടെ ശരീരത്തിന് വേണ്ട ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ കൊടുക്കുകയാണ്. ആർസിഎമ്മിന്റെ ആ ഒരു നന്മയൊന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ കണ്ട ഓരോ പ്രോഡക്റ്റും, ഇതെല്ലാ പ്രോഡക്റ്റിനും ഉള്ളത് എന്നതാ? വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്. നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് മാത്രമാണ്. ആദ്യം ഒരു പേസ്റ്റിനെ പറ്റി പറഞ്ഞു. പേസ്റ്റിലുള്ള വിഷത്തെ നീക്കിയിട്ട് വിഷമില്ലാത്ത പേസ്റ്റ് ആസിഎം എഴുതി തരുന്നു. ഇങ്ങനെ ഒരു കമ്പനി നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. ഇവിടെ ഗുഡ് ഡോട്ടിന്റെ ഈ ഒരു പ്രോഡക്റ്റ് കമ്പയർ ചെയ്ത് നോക്കും. മാർക്കറ്റിലുള്ള നൂഡിൽസ് സാധാരണ വീണ്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ പാമോയില. മാർക്കറ്റിലുള്ള എല്ലാ നൂഡിൽസും ഉപയോഗിക്കും. നമ്മൾ ഇനി കയറുമ്പോൾ നോക്കണം, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് നോക്കണം. നമ്മൾ മേടിക്കുന്ന ബിസ്ക്കറ്റ്, നമ്മൾ മേടിക്കുന്ന നൂഡിൽസ് എന്തും ആയിക്കോട്ടെ, ഉണ്ടാക്കുന്ന ഓയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയെങ്കിലും ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവര് ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നോക്കണം. ആർസിഎം മാത്രമേ ഉള്ളൂ ഹെൽത്ത് ഗാർഡ് ഓയിൽ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ആർസിഎമ്മിന്റെ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എണ്ണ ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് ഹെൽത്ത് ഗാർഡ് ഓയിൽ മാത്രമേ ഉപയോഗിക്കൂ. ആരോഗ്യ സംരക്ഷണ എണ്ണ. മറ്റേത് എണ്ണ ഉപയോഗിച്ചാലും നമുക്കറിയാം പ്രശ്നങ്ങളാണ്. പാം ഓയിലിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ക്യാൻസർ വരും എന്നുള്ളത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നല്ല പ്രോഡക്റ്റ് എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പല തലത്തിലും നമ്മൾ പോയി നോക്കും, അല്ലെ? പക്ഷെ ആർസിഎമ്മിൽ നല്ലത് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനെങ്കിലും തയ്യാറാകണം. ഇത് സത്യമാണോ എന്നെങ്കിലും നമ്മൾ ഓരോരുത്തരും നോക്കണം. എല്ലാവർക്കും ആർസിഎം പറ്റില്ല, അല്ലെ? എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നന്മ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യപ്പുള്ള ബിസിനസ് എന്ന് പറയാറുണ്ട്. ശരിക്കും അത് സത്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ചിലപ്പോൾ ചിലരുടെ പുറകെ നടന്നാലും ചിലർക്ക് ആർസിഎം പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ചിലർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും ആർസിഎം പ്രോഡക്റ്റ് ഉണ്ടോ എന്ന്. അപ്പം അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിലാണ്. ആർസിഎമ്മിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും വന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ നോക്കുക, നമുക്ക് നോ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്, ഹെൽത്തി ആൻഡ് ടേസ്റ്റി. കാരണം ഈ നൂഡിൽസ് കഴിച്ചവർക്ക് അറിയാം. ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം നൂഡിൽസ് കഴിക്കുന്നവരുണ്ട്. ഞാൻ മിക്കവാറും ഉച്ചയ്ക്ക് നൂഡിൽസ് കഴിക്കാറുണ്ട്, ചിലപ്പോൾ വൈകുന്നേരം കഴിക്കാറുണ്ട്, അല്ലെ? നമുക്കത് നല്ല ടേസ്റ്റ് ആണ്. വീണ്ടും കഴിക്കാനോ തോന്നും, അല്ലെ? ഒരു നൂഡിൽസ് ഒരു പാക്കറ്റ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ദഹനത്തിന് നല്ലതാണ്, നമ്മുടെ വിശപ്പ് മാറ്റാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതിലൂടെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ, അല്ലെ? ഒരു 13 ഗ്രാം പ്രോട്ടീനാണ് ഒരു നൂഡിൽസ് പാക്കറ്റ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. വേറെ എവിടെയാണ് ഇത്രയും ബെനിഫിറ്റ്? സാധാ മാർക്കറ്റിലുള്ള നൂഡിൽസിനേക്കാളും വിലയും കുറവ്, ബെനിഫിറ്റും കൂടുതൽ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നൂഡിൽസ് വിൽക്കുന്നത് നമുക്കെല്ലാം അഭിമാനിക്കാം നമ്മുടെ കേരളത്തിലാണ്. 2ാം റാങ്കേ ഉള്ളൂ ഉത്തർപ്രദേശിന്, 3ാം റാങ്കേ ഉള്ളൂ ബീഹാറിന്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഗുഡ് ഡോട്ടിന് ഉപയോഗിക്കുന്നത് നൂഡിൽസ് ആണെന്ന് മനസ്സിലായി. ഈ ഓരോ സ്റ്റഡി നടക്കുന്നതിന്റെ റിപ്പോർട്ടാണ് ഇതൊക്കെ. നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുന്ന പല ടൈപ്പ് സാധനങ്ങൾ, ഗുഡ് ഡോട്ട് പിസ്സ, നൂഡിൽസ് പിസ്സ, ഇതൊക്കെ റെസിപ്പി, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം. ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാനുള്ളതും ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ്? ഗുഡ് ഡോട്ട് തടുക്ക, നമ്മുടെ നൂഡിൽസും കൊണ്ട് പായസം വരെ ഉണ്ടാക്കുന്നുണ്ട്. പായസത്തെ വരെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സൂപ്പി നൂഡിൽസ്, അടിപൊളി സാധനം. സൂപ്പി നമ്മുടെ സൂപ്പും കൂടെ ചേർത്തുണ്ടാക്കുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്.
മിക്കവാറും നമ്മളൊക്കെ ഉണ്ടാക്കുന്നത്, ഞാനൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ സൂപ്പും കൂടി ഇട്ടിട്ട് അടിപൊളിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കും. അപ്പം നൂഡിൽസ് കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് പറയാൻ പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ ഇടയ്ക്ക് നമ്മുടെ അർച്ചമന്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കാണാം. എന്തൊക്കെയാ ഒരു പ്രാവശ്യം നൂഡിൽസിന്റെ അച്ചാർ വരെ കണ്ട പോലെ തോന്നും. കാരണം അത്രയ്ക്ക് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ നൂഡിൽസും കൊണ്ട് ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. ഇത് ജനങ്ങളോട് എത്തിക്കാൻ പറ്റും. അടുത്തൊരു പ്രോഡക്റ്റ്, ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് എന്ന് വേണം പറയാം, പ്രോട്ടീസ്. പ്രോട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ഫുൾ ഓഫ് പ്രോട്ടീൻ എന്ന് വേണം പറയാം. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പാക്കറ്റ് കാണുമ്പോൾ ആൾക്കാർ, പുതിയ ആൾക്കാർ നമ്മൾ കാണിക്കുമ്പോഴത്തേനകത്ത് ഇത് ബിരിയാണി കിറ്റാന്നാണ്. ഇത് ബിരിയാണി ഇല്ല, ഇത് നമ്മൾ സാധാരണ ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിന്റെ കണ്ടന്റ് എന്നാക്കിയാന്ന് നോക്കാം. ഇതിനെ എല്ലാവരും സോയ എന്ന് വിളിക്കാറുണ്ട്. സത്യം പറഞ്ഞ സങ്കടം തോന്നാറുണ്ട്. ഇതിനെ പ്രോട്ടീസ് എന്നേ വിളിക്കാവൂ. കാരണം ഇതിലെ മെയിൻ കണ്ടന്റ് സോയ ഉണ്ട്. സോയ മാത്രമല്ല, സോയയുണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, ഗ്രം ഫ്ലോർ ഉണ്ട്, ഓട്സ് ഉണ്ട്. ഇത്രയും ഗുണമുള്ള ഒരു പ്രോഡക്റ്റ്, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അതൊക്കെ RCMന് മാത്രം സ്വന്തം, ഗുഡ് ഡോട്ടിന്റെ മാത്രം സ്വന്തം. ലോകത്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കാണാൻ കിട്ടില്ല. ഒന്ന് കമ്പയർ നോക്കാം. നമ്മൾ കഴിക്കുന്ന പല പല സാധനങ്ങൾ, ഒരു 100 ഗ്രാം പാലക്കിൽ കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ 2.9 ഗ്രാം, ഡയറ്ററി ഫൈബർ 0.7 ഗ്രാം പാലക്ക് കഴിക്കുമ്പോൾ. അത് വെണ്ടയ്ക്കാണെങ്കിലോ 1.9 ഗ്രാം പ്രോട്ടീൻ കിട്ടും, 3.2 ഗ്രാം ഫൈബർ ഉണ്ട്. നമുക്ക് ഫൈബറും പ്രോട്ടീനും ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് കൂടുതൽ വേണം ശരീരത്തിൽ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ പലപ്പോഴും അത് കുറവാണ്. അതാണ് നമ്മുടെ പല അസുഖങ്ങളുടെയും മെയിൻ ഒരു റീസൺ. ഇന്ന് കിട്ടുന്ന പച്ചക്കറികളെ പറ്റി നമ്മൾ പറയണ്ട, കാരണം ഇതിനേക്കാളും കൂടുതൽ വിഷം കൂടെ കിട്ടും. അപ്പം ഇവിടെയാണ് നമ്മൾ പ്രോട്ടീസ് എന്ന പ്രോട്ടീൻ, ഗുഡ് ഡോട്ടിന്റെ ആ ഒരു കമ്പനിയുടെ നന്മ, RCMന്റെ നന്മ ഒക്കെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് നോക്കണം, പ്രോട്ടീസിനകത്ത് എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്ന്. 100 ഗ്രാമിൽ 49 ഗ്രാം പ്രോട്ടീൻ. ഒരു ദിവസം 100 ഗ്രാം പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആ ഒരു വ്യക്തിയുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇല്ലാതാവും. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്നത്. അതിൽ ഡയറ്ററി ഫൈബറിന്റെ അളവ് നോക്കൂ, 16 ഗ്രാം ഡയറ്ററി ഫൈബർ. ഏറെ എവിടെ കിട്ടും നമുക്ക്? നമ്മൾ ഫൈബറിന്റെ കിട്ടാൻ വേണ്ടിയിട്ട് പൊടി വരെ മേടിച്ച് കഴിക്കുന്നവരുണ്ട്. പക്ഷെ പറഞ്ഞാൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫൈബർ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് പൊടി, ഫൈബറിന്റെ പൊടി വരെ സപ്ലിമെന്റ് ആയിട്ട് ഫൈബർ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ പ്രോട്ടീസിന്റെ നന്മ, RCM എന്ന നന്മ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ചിക്കന്റെ കമ്പാരിസൺ പറഞ്ഞില്ല, ലാസ്റ്റ് പറയാന്ന് വെച്ചു. 27 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നമ്മളൊക്കെ ചിക്കൻ കഴിക്കുന്നത്, ഡോക്ടർമാർ നമ്മളോട് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറയുന്നതിന് വേണ്ടിയിട്ടാ, പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാ. ഇവിടെ നമുക്ക് ഇതിന്റെ ഇരട്ടിയോളം പ്രോട്ടീനാണ് പ്രോട്ടീൻസ് കിട്ടുന്നത്. ചിക്കൻ കഴിക്കുമ്പോൾ ഡയറ്ററി ഫൈബർ ഇല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ദഹനം കുളവാകും നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ദിവസം. കഴിക്കുന്നവർക്കറിയാം അല്ലേ? ദഹനം കറക്റ്റ് ആവില്ല, പതിയെ പതിയെ നമ്മുടെ വയറിൽ പ്രശ്നങ്ങൾ തുടങ്ങും. നല്ല ചിക്കൻ ആണെങ്കിൽ. ഇനി ഇപ്പൊ കിട്ടുന്ന ചിക്കനാണ്, അതിനെപ്പറ്റി പറയാനേ ഇല്ല. അതിനെപ്പറ്റിയുള്ള മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടും. ഇവിടെ നമ്മൾ നോക്കുക, ഇത്രയും ഗുണമുള്ള സാധനം, 49 ഗ്രാം പ്രോട്ടീനും 16 ഗ്രാം ഫൈബറുമുള്ള ഒരു യുണീക്ക് പ്രോഡക്റ്റ് RCMലുണ്ട്, ഗുഡ് ഡോട്ടിനുണ്ട്. ഇതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്? പ്രോട്ടീസ് ചില്ലി, അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. ഇപ്പത് ഇന്ന് നമ്മുടെ ഫുഡ് ഫെസ്റ്റിവൽ അവസാനിച്ച് കാണും, ആലുവ വണ്ടർവേൾഡിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറൈറ്റി ഫുഡുകൾ നമുക്ക് കിട്ടും. ഗുഡ് ഡോട്ടിന്റെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് നമ്മൾ ഓരോരുത്തരും പോയി നോക്കുക, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാറുണ്ട്, അതാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ നമുക്ക് പ്രോട്ടീൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെജിറ്റബിൾ ആണെന്ന് പറയില്ല. അവരോട് പറഞ്ഞില്ലെങ്കിൽ അവർ തിരിച്ചറിയത്തുള്ളൂ. അപ്പൊ അത്രയ്ക്കും മനോഹരമായിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് മാത്രമല്ല, ഇഷ്ടം പോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഇഷ്ടം പോലെ പ്രോട്ടീസ് കുൾഫി. ഞങ്ങൾ ഒരു പ്രാവശ്യം ബിൽവാര പോയപ്പോഴത്തേക്കിനും പ്രോട്ടീസ് കുൾഫി കഴിക്കാൻ പറ്റും. അടിപൊളി സാധനം. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്! ഇതൊക്കെ വെറൈറ്റി പ്രോഡക്റ്റുകൾ. പ്രോട്ടീസ് മഞ്ചൂരിയൻ, ഇതൊക്കെ നമ്മൾ പോയിട്ട് ഗോപി മഞ്ചൂരിയൻ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ വെറൈറ്റി ഒക്കെ നമ്മൾ ഹോട്ടലുകളിൽ പോയി കഴിക്കാറുണ്ട്. ഇതൊക്കെ എത്രത്തോളം ഹെൽത്തി അല്ല. പക്ഷെ നമ്മുടെ പ്രോട്ടീസ് വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീനും കിട്ടും, ഫൈബറും കിട്ടും. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗുഡ് ഡോട്ട്. എല്ലാ ദിവസവും ഗുഡ് ഡോട്ടിന്റെ ഒരു പ്രോഡക്റ്റ് എങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസികൾ മാറിക്കിട്ടും. ഇത് നമുക്ക് കിട്ടിയേക്കുന്ന കുറേ സർട്ടിഫിക്കറ്റുകൾ, കാരണം ഇത് ചെറിയ വാല്യൂ അല്ല, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വരെ, ഇന്ത്യയിലെ FSSAI സർട്ടിഫിക്കറ്റ് മുതൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കേട്ട
കാരണം പേറ്റ എന്ന അസോസിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. പേറ്റ ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ ആണ്. ഇവരുടെ ലക്ഷ്യം ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല, ആനിമൽ വെൽഫെയർ ആണ് ഇവരുടെ, ആനിമൽ ക്വാളിറ്റി നിർത്തുക, അങ്ങനെ കുറെ ലക്ഷ്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേറ്റ എന്ന അസോസിയേഷന്റെ. പിന്നെ നോ GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർക്കിഡ്സ്. അപ്പൊ ആ നമ്മൾ പല കൃഷികളും ഇന്ന് ജനറ്റിക്കലി മോഡിഫൈ ചെയ്താണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇതും ബാധിക്കാത്ത രീതിയിൽ വർഷത്തിൽ എല്ലാ ദിവസവും വിള കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ജനറ്റിക് DNA മോഡിഫൈ ചെയ്തിട്ടാണ് പല കൃഷികളും ഇന്ന് വരുന്നത്. പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന തക്കാളിക്കല്ല ഇപ്പൊ കിട്ടുന്നത്, പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഉരുളക്കിഴങ്ങല്ല ഇപ്പൊ കിട്ടുന്നത്, പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന മാങ്ങയല്ല ഇപ്പൊ കിട്ടുന്നത്, പണ്ടത്തെ ചക്കയല്ല ഇപ്പൊ കിട്ടുന്നത്. ഇതൊക്കെ എങ്ങനെയാ ഇങ്ങനെ മാറുന്നത്? നാച്ചുറൽ ആയിട്ടുള്ളതിനെ മാറ്റിയിട്ട് അതിന്റെ DNA മോഡിഫൈ ചെയ്തിട്ട് വർഷത്തിൽ എല്ലാ സമയത്തും വിള കിട്ടത്തക്ക രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നു. ഇതിന് ദൂഷ്യഫലങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗുഡ് ഡോട്ടിനെ നമ്മൾ ഒന്ന് നമിച്ചിട്ട് മുന്നോട്ട് പോകാം. കാരണം GMO ഫ്രീ ആയിട്ടുള്ള, അതായത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണേൽ ഗുഡ് ഡോട്ട് റെക്കമെൻഡ് ചെയ്യാം. കാരണം ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകൾ ഇനി ഇത്രയും അവാർഡുകളും റെക്കഗ്നേഷൻ കിട്ടണമെങ്കിൽ ഇതൊക്കെ ക്ഷമയോടെ പാലിച്ച് മുന്നോട്ട് എത്തിക്കാനായിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള അവാർഡുകൾ കിട്ടത്തുള്ളൂ. കാരണം അവാർഡുകളുടെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് ഒന്ന് ഓടിച്ചിട്ട് പോകാം. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലോബൽ ഫുഡ് ടെക് എന്ന് പറഞ്ഞാൽ 500 കമ്പനികളുടെ, അതായത് ഇന്ത്യ മാത്രമല്ല, ഇന്ന് ലോകത്തുള്ള പ്ലാൻ ബേസ്ഡ് ഫുഡ് തുടങ്ങി അങ്ങനെ ഫുഡ് കാറ്റഗറി വരുന്ന മെയിൻ കമ്പനികളെല്ലാം വന്നപ്പോൾ അതിനകത്ത് 33ാമത്തെ സ്ഥാനം ഗ്ലോബലി ഗുഡ് ഡോട്ടിന് കിട്ടിയെങ്കിൽ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. കാരണം ഗുഡ് ഡോട്ട് എന്ന കമ്പനി ഇത്രയും വളരാനായിട്ട് RCMന്റെ വലിയൊരു പങ്കുണ്ട്. RCMക്കാരായതിൽ നമുക്കും അഭിമാനിക്കാം. ഗുഡ് ഡോട്ട് ഇത്രയും വളർന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും അഭിമാനിക്കാം. കാരണം നമ്മുടെയൊക്കെ ആ ഒരു കഴിവുകൊണ്ടാണ് ഗുഡ് ഡോട്ടിന് ആത്മവിശ്വാസം കൂടുന്നത്. കാരണം പുതിയ പ്രോഡക്റ്റുകളിലേക്ക് വരാനായിട്ടൊക്കെ ഗുഡ് ഡോട്ടിന് ആത്മവിശ്വാസം വരുന്നത് ഇങ്ങനെയുള്ള ഓരോ അവാർഡുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും, അല്ലെ, നമ്മൾ ചെയ്ത കാര്യത്തിന് അതിനൊരു അംഗീകാരം കിട്ടുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പുതിയത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി കുറച്ച് ഗുഡ് ഡോട്ട് കണ്ടു നമ്മൾ, ഇനി എല്ലാവർക്കും ഡിന്നർ ടൈം ആയി കാണും. നമുക്കൊന്ന് ഡിന്നർ കഴിക്കാൻ പോകാം. ഡിന്നർ എന്താണെന്ന് നോക്കാം. ഏതാണോ ഇഷ്ടം അതെടുത്ത് കഴിക്കുക. സ്ക്രീനിൽ കാണുന്നുണ്ട് ചപ്പാത്തി, റൊട്ടിയും ഒരു കറിയും, നല്ല നോൺ വെജിറ്റേറിയൻ കറിയാണ്. കണ്ടാൽ നല്ല നോൺ വെജിറ്റേറിയൻ കറി. അടുത്തത് നമ്മുടെ ഇടിയപ്പം പോലെ തോന്നുന്നു, ഇടിയപ്പവും നമ്മുടെ ബീഫ് കറിയൊക്കെ ആയിരിക്കാം. അടിപൊളി. ഏതാണോ ഇഷ്ടം അത് അവരവരെടുത്തോളുക. ഇന്നത്തെ ഡിന്നർ ഇനി തന്നില്ല എന്ന് പറയരുത്. നല്ല ഡിന്നർ, അടിപൊളി. ഇനി ചെറിയ ഡിഷുകൾ വേണമെങ്കിൽ ചെറിയ ഡിഷ്. ഇതൊക്കെ എത്ര മനോഹരമാണ് കാണാൻ. കണ്ടാൽ നമുക്ക് കഴിക്കണമെന്ന് തോന്നും. പക്ഷെ ഇതൊന്നും ഒരു ജീവിയെയും കൊന്നിട്ടുണ്ടാക്കിയ ഫുഡുകളല്ലായിരുന്നു. നമ്മളൊന്ന് നോക്കുക, നമ്മുടെ അട്രാക്ഷൻ എവിടെയാണ്? അതുണ്ടാക്കുന്ന രീതി, അതിന്റെ മണം, അതിന്റെ രുചി, അതിന്റെ നിറം, ഇതെല്ലാം നമുക്ക് ഒരു ജീവിയെയും കൊല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിലാണ് നമ്മുടെ വിജയം, ഗുഡ് ഡോട്ടിന്റെ വിജയം. ഇതാണ് ഗുഡ് ഡോട്ടിന്റെ ഒന്നാമത്തെ പ്രോഡക്റ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഈ പ്രോഡക്റ്റിനെ ഞാൻ ആദ്യം കാണിച്ചില്ല, കാരണം ഈ ഒരു ചരിത്രം അറിയാൻ വേണ്ടി. ഇതിൽ നിന്നാണ് ഗുഡ് ഡോട്ടിന്റെ തുടക്കം. വെജിറ്റേറിയൻ മീറ്റ് എന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ്. മീറ്റ് പോലെ തന്നെ എന്തും ചെയ്യാം, പക്ഷെ ഒരു ജീവിയെ കൊല്ലാമില്ല. ഒരു ജീവിയെ പോലും കൊല്ലാതെ നമുക്ക് ഇറച്ചി പോലത്തെ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഇന്നത്തെ ഡിന്നറിന്റെ പ്രോഡക്റ്റ് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കാണുന്ന ടൈപ്പ് സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഗുഡ് ഡോട്ടിന്റെ വെജിറ്റേറിയൻ മീറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് അതിന്റെ രൂപം കുറച്ചൊന്ന് മാറിയെന്ന് മാത്രം. വെജിറ്റേറിയൻ മീറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്നാക്കി. പേര് മാത്രം മാറിയുള്ളൂ, കാരണം മീറ്റ് എന്നുള്ള പേര് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈറ്റ്സ് എന്നാക്കി. ഇവിടെ നോ ഡയറി, നോ എഗ്, നോ മീറ്റ്. കാരണം ഇതിന്റെ കണ്ടന്റിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞു വീഗൻ ആണ്, പാലുൽപ്പന്നങ്ങളില്ല, മുട്ടയില്ല, ഒരു തരം നോൺ വെജിറ്റേറിയൻ സാധനങ്ങളും ഇതിനകത്തില്ല. ഏറ്റവും പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റ് മാത്രം. ലോകം മുഴുവൻ ഇതിലേക്ക് ചേഞ്ച് ആവുകയാണ്. ഇതിലെ കണ്ടന്റ് നോക്കാം. നമ്മൾ പ്രോട്ടീസിൽ കണ്ട കണ്ടന്റ് കൂടാതെ കുറച്ച് കണ്ടന്റ് ഇതിനകത്ത് കൂടുതലുണ്ട്. പ്രോട്ടീസിലുള്ള കണ്ടന്റ് ഉണ്ട്, അത് കൂടാതെ കുറച്ച് കണ്ടന്റ് വെജിറ്റേറിയൻ വരുന്നതിനകത്ത് കൂടുതലാണ്. ഇതിൽ 100% വെജിറ്റേറിയൻ. ഇതിലുണ്ട് ഗോതമ്പ് പൊടിയുണ്ട്, നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ കിനോവ ഉണ്ട്, ഷിയ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, സോയാബീൻ ഉണ്ട്. എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ ഒത്തിരി ഉണ്ട്. ഫ്ലാക്സ് സീഡ്
omega-3 റിച്ച് ആണ്. കാരണം ഒരു പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമുക്ക് omega-3 കിട്ടുന്നുണ്ട്, പ്രോട്ടീനും കിട്ടുന്നുണ്ട്, ഫൈബറും കിട്ടുന്നുണ്ട്. കൂടെ എന്തൊക്കെ കാരണം നമ്മൾ തിരിച്ചറിഞ്ഞാതെ പോകരുത് ഈ ഒരു പ്രോഡക്റ്റ്. ഇവിടെ നോൺ വെജിറ്റേറിയനും നമ്മുടെ വെജിറ്റേറിയൻ മീറ്റും തമ്മിൽ ഒരു കമ്പയർ. പ്രോട്ടീന്റെ അളവ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ പ്രിഫർ ചെയ്യുന്നതാണ് ആട്. ഒരു 100 ഗ്രാമിൽ 16 ഗ്രാം പ്രോട്ടീനാണ് ആട് മട്ടൺ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അത് ഒരു മീനാണെങ്കിൽ 20 ഗ്രാം പ്രോട്ടീൻ, ബീഫ് ആണെങ്കിൽ 17 ഗ്രാം പ്രോട്ടീൻ. ഇവിടെ ഒന്ന് വലത്തോട്ട് നോക്കും, ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ലൈനിൽ നമ്മുടെ വെജിറ്റേറിയൻ ഡയറ്റിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടിട്ടുണ്ടോ എത്ര പ്രോട്ടീനാ? 100 ഗ്രാം 28 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ്, കാരണം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഡോക്ടർമാർ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറയുന്നത്. ഇവിടെ നമുക്ക് അതിനുള്ള റീപ്ലേസ്മെന്റ് ആണ്. പ്രോട്ടീൻ ധാരാളം കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആടിനെയോ ഒരു പശുവിനെയോ ഒരു പോത്തിനെയോ ഒന്നും കൊല്ലാതെ നമുക്ക് അതേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നിട്ട് നമുക്കത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വളരെ മോശം. കാരണം ഒരു ജീവിയെ കൊല്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് അല്ലെ? നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഒരാളെങ്കിലും നമുക്കിതൊന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗുഡ് ഡോട്ടിൻ ദൗത്യം പൂർത്തിയാക്കണം. ഒരാൾ മാറിയാൽ പോലും ആ ആളുടെ ലൈഫ് സൈക്കിളിൽ എത്ര ജീവികളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും ഒരാൾ മാറിയാൽ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. ഫൈബർ, നോൺ വെജിറ്റേറിയൻ ഒന്നിനകത്തും ഫൈബർ ഇല്ല. ഫൈബർ 0 എല്ലാം ഞാൻ പറയുന്നില്ല. കാരണം കൊളസ്ട്രോൾ 0 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനകത്ത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷേ വെജ് വെയിറ്റിൽ കൊളസ്ട്രോൾ 0 ആണ്, ഡയറ്ററി ഫൈബർ ഹൈ ആണ്, ഫാറ്റ് ഏറ്റവും കുറവ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കാരണം ബാലൻസ്ഡാണ്. പ്രോട്ടീൻ കൂടുതൽ വേണം, അത് കൂടുതലുണ്ട്. കൊളസ്ട്രോൾ കുറവ് വേണം, അതില്ല. ഏറ്റവും നല്ലത് കാരണം അതൊക്കെ ഏറ്റവും നല്ല കണ്ടീഷൻസ് ആണ്. 0 കൊളസ്ട്രോൾ ഉള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം അതൊക്കെ എല്ലാ രീതിയിലും നമുക്ക് ആരോഗ്യത്തിന് ഗുണം മാത്രം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് വെജ് ഡയറ്റ്. എന്നാലും ഇതറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. 1% ആൾക്കാർ പോലും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂസ് ഈ 10 ജൂണിൽ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ്. ഇത് എനിക്ക് അയച്ചു തന്ന നമ്മുടെ അർജുൻ സാറാണ്. താങ്ക് യു അർജുൻ സാർ. അർജുൻ സാർ ഇങ്ങനെ സപ്പോർട്ടിന്റെ അങ്ങേയറ്റമാണ്. അപ്പം ഓരോ ലീഡർമാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് വാക്കുകൾ കൊണ്ട് ആ നന്ദി പറയാൻ പറ്റില്ല. താങ്ക് യു ഓൾ അഗെയിൻ. അപ്പം നമുക്കറിയാം നമ്മളൊരു ടൗണിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണ്? നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളിലും തട്ടുകടകളിലാണ് അല്ലെ? അപ്പം ഇത് സ്റ്റഡികൾ നടത്തുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസാഹാരം കഴിക്കുന്നവർ മലയാളികൾ. ഇത് പഴയൊരു ചാർട്ട് കിട്ടിയതാണ്. ഇതിൽ നമ്മുടെ നാഷണൽ ലെവലിൽ 29% വെജിറ്റേറിയൻസ് ഉള്ളത്. ഇതിൽ കേരളത്തിന്റെ അളവ് വെജിറ്റേറിയൻ വെറും 3%. ബാക്കി എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആണ്. ഇതിന്റെ ഗുണവും ദോഷവും, ഗുണമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഗുണവും ദോഷവും നമുക്ക് വരുന്ന സ്ലൈഡിൽ കാണാൻ ഒരു ഷോക്കിംഗ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ കപിൽ കപൂർ സാറിന്റെ റിപ്പോർട്ടിന് കിട്ടിയാണ്. തിരുവനന്തപുരത്ത് നടന്ന സ്റ്റഡിയാണ്. അത് ഞാൻ കഴിഞ്ഞ് കാണിക്കും. ഇവിടെ നോൺ വെജിറ്റേറിയൻകാർക്ക് എത്രത്തോളം ഹാർട്ട് ഡിസീസ് വരാനുള്ള ഒരു ചാൻസ്, ഇതൊക്കെ ചാൻസസ് ആണ്. 80% സാധ്യതയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ സ്റ്റഡി റിപ്പോർട്ടുകളുടെ ഒരു ആണ്. അപ്പം ഇവിടെ വെജിറ്റേറിയൻ ആണെങ്കിലോ 2% ചാൻസേ ഉള്ളൂ. അവിടെ തന്നെ പ്ലാൻ ബേസ്ഡ് ആണെങ്കിലോ നോക്കൂ, പ്ലാൻ ബേസ്ഡ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ പ്ലാൻ ബേസ്ഡ് മീറ്റിനെ പറ്റിയാ. 0% ആണ് അവിടെ ചാൻസ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കുക, നമ്മുടെ റിസ്കുകൾ കുറയ്ക്കുക. 0% നമുക്ക് ഇനി ആക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഇത്രയും നാളും പലതും കഴിച്ചും വളർന്നു. പക്ഷെ ഇനി നമുക്ക് അതിന്റെ ഒരു ലെവലെങ്കിലും കുറച്ചെങ്കിലും കുറച്ചുകൊണ്ട് വരാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, പ്ലാൻ ബേസ്ഡ് ഫുഡുകൾ നമ്മൾ മാക്സിമം നമ്മുടെ ഡെയിലി ഉൾപ്പെടുത്തുക. ഇനി ഡിസീസ് ഡ്യൂ ടു ദ മീറ്റ്, അതായത് ഇറച്ചി കഴിക്കുന്നത് കൊണ്ടുള്ള കുറെ അസുഖങ്ങൾ, ഇതൊക്കെ സ്റ്റഡീഡ് റിപ്പോർട്ടുകളാണ്. ഡോക്ടർമാരും വലിയൊരു സൊസൈറ്റിയൊക്കെ നടത്തുന്ന സ്റ്റഡികളുടെ റിപ്പോർട്ടുകൾ കിട്ടുന്നതാണ്. അപ്പം ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് മുമ്പ് കണ്ട പോലെ തന്നെ ഡയബറ്റിക്സ്, ഒബിസിറ്റി, ഹാർംഫുൾ കൊളസ്ട്രോൾ, സ്ട്രോക്ക്, ക്യാൻസർ, ഇതൊക്കെ നമ്മുടെ ചുറ്റിനും ഇപ്പോൾ ഉണ്ട്. മുമ്പേ കണ്ട സ്ലൈഡും ഇതുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം, സത്യമാണോ എന്നുള്ളത്. കാരണം കേരളത്തിലാണോ ഇതൊക്കെ കൂടുതൽ? ഇതൊന്നും നമുക്ക് പറയണ്ട.
ഇതാണ് ഞാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട്. ഈ ലാസ്റ്റ് വന്ന റിപ്പോർട്ട് 2023 നടന്ന റിപ്പോർട്ട്. 15 വയസ്സ് തൊട്ട് തുടങ്ങുന്ന കുട്ടികളിൽ തൊട്ട് നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യന്റ് ഉള്ളത് കേരളത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്, ഗോവയൊക്കെ. കാരണം ഇതും മുമ്പിലത്തെ കാണിച്ച സ്ലൈഡും തമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, സ്വയം ആലോചിച്ച് നോക്കാം. എന്തെങ്കിലും ബന്ധം കാണും, എന്തെങ്കിലും ബന്ധം കാണും. നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കാം. പരസ്യങ്ങളല്ല നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്, TV പരസ്യങ്ങളല്ല, ഡോക്ടർമാർ പറയുന്നതല്ല. നമ്മൾക്ക് സ്വയം ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ 2 സ്ലൈഡ് മാത്രം ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ സ്വയം തീരുമാനം എടുക്കാം. ഇതാരെയും നിർബന്ധിക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് സ്റ്റഡി റിപ്പോർട്ടുകളാണ്, നമുക്ക് അറിയാൻ വേണ്ടി മാത്രം കാണിച്ചാണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റഡി മാത്രമല്ല, UK ക്യാൻസർ റിസർച്ച് ഓഫ് UK ചെയ്ത സ്റ്റഡിയുടെ റിപ്പോർട്ടും കൊണ്ട് മീറ്റ് ആൻഡ് ക്യാൻസർ, ഹൗ സ്ട്രോങ് ഇസ് ദ എവിഡൻസ്. കാരണം ഇത് തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ സ്റ്റഡി റിപ്പോർട്ട് വന്നു. 99% ആണ് പ്രോസസ്ഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത. 99% ആണ്, ചെറുതല്ല, വലിയതാണ്. റെഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് 90% ചാൻസ് ഉണ്ട് ക്യാൻസർ വരാനായിട്ട്. ചിക്കനും ഫിഷും ഇപ്പോഴത്തേത് പ്രത്യേകിച്ച് കഴിക്കുന്നവർക്ക് 80% സാധ്യതയാണ് ക്യാൻസർ വരാനായിട്ട്. ഇവിടെ നമ്മുടെ അപ്പുറം ഇപ്പുറം എല്ലാം ക്യാൻസർ വരുന്നുണ്ട്. നമ്മൾ അന്നേരം നമ്മളതാ കാലത്തെ പിഴച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ മാറാൻ നമ്മൾ എന്ത് നേടിയാവുന്നോ അന്ന് മാത്രമേ നമുക്കിത് അതിന് മോചനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളും സാധാരണ എല്ലാവരെയും പോലെ തന്നെ ഇതിലേക്ക് തന്നെ എത്തും. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ സ്റ്റഡികൾ പുറത്തു വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടിയിട്ടാ. ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പോകാം. ഇത് വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ? ക്യാൻസർ എന്ന ഡിസീസ് വളരെ കൂടുതലായിപ്പോൾ, പക്ഷെ എന്തുകൊണ്ടൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ മാറാനായിട്ട്. ഒരിക്കലും വരാതിരിക്കട്ടെ ആർക്കും. വെജിറ്റേറിയൻകാർക്ക് പോലും 2% കാണിക്കുന്നുണ്ട്. അവിടെ പ്ലാൻ ബേസ്ഡ് മീറ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ 0% ആണ് ക്യാൻസർ വരാനുള്ള സാധ്യത. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ എന്തൊക്കെ റിച്ചാണ് നമ്മളിപ്പോ ഒന്ന് കണ്ടു. ഇപ്പൊ വന്ന സ്ലൈഡിലൂടെ നമ്മൾ കണ്ടു. ഓരോ പ്രോട്ടീനും കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ഡയറ്ററി ഫൈബർ കിട്ടുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള omega-3 കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് റിച്ചാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റ്. പ്ലാൻ ബേസ്ഡ് പ്രോഡക്റ്റുകളിൽ നമുക്ക് അതുകൊണ്ടാണ് പലപ്പോഴും അസുഖങ്ങൾ കുറവ്. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടിരുന്നു അല്ലെ? ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്ന കുറെ കൺട്രികളിൽ അവർ 95% കഴിക്കുന്നത്, 95% ആൾക്കാരും കഴിക്കുന്നത് പ്ലാൻ ബേസ്ഡ് ഫുഡാണ്. അപ്പൊ പ്ലാൻ ബേസ്ഡ് ഫുഡ് ഇത്രത്തോളം നല്ലതാണെന്നുള്ളത് സ്റ്റഡി റിപ്പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാം. ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റഡി റിപ്പോർട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റേറിയൻ ബേറ്റി കൊണ്ടുണ്ടാക്കുന്ന കുറെ അടിപൊളി സാധനങ്ങൾ. നമ്മൾ ഇന്നത്തെ ഡിന്നറിന്റെ തുടക്കത്തിൽ കണ്ടു കുറെ നല്ല ഫോട്ടോസ്. അത് തന്നെ വേറെ രീതിയിൽ പേരിട്ട് വെച്ച് വെജിറ്റേറിയൻ ബേറ്റി കറി, ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇറച്ചിയൊക്കെ വെട്ടുന്ന പോലെ കഷ്ടപ്പെട്ട് വെട്ടണ്ട, കത്തി പോലും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് വെക്കാം വെജിറ്റേറിയൻ ബേറ്റ്. ഇത്രയും സൂപ്പർ ഒരു പ്രോഡക്റ്റ്. കഴിഞ്ഞ ദിവസം മീൻകറി പോലെ വെക്കുന്നു, അതും അടിപൊളി. കാരണം മീൻ കറി പോലെ വെച്ച് കഴിഞ്ഞാൽ മീൻ പോലെ, ഇറച്ചിക്കറി വെച്ച് വെക്കുന്നത് ഇറച്ചി. അപ്പം എന്താണോ നമുക്ക് ആവശ്യം നമുക്ക് അതുപോലെ വെക്കാൻ പറ്റുന്ന ഒരു യുണീക്ക് പ്രോഡക്റ്റ്. ഇതിനൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അണ്ട് നമുക്ക് മാർക്കറ്റിലെ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് ഈ ഒരു പ്രോഡക്റ്റുകളെ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാനില്ല. ഞാൻ ആദ്യം ചുമ്മാ ഒരു പേസ്റ്റ് കമ്പയർ ചെയ്ത് കാണിച്ചു, പക്ഷെ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ യുണീക്ക് പ്രോഡക്റ്റുകളാണ്. വെജ് വെയിറ്റ് ബിരിയാണി, വെജ് വെയിറ്റ് കീമ, വെജ് വെയിറ്റ് ഊത്തപ്പം, ഇതുകൊണ്ട് ഉണ്ടാക്കാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതിന്റെ ഗുണങ്ങൾ കണ്ടിട്ടാണോ ഇതിന്റെ ഈ ഒരു സ്റ്റഡി ഒക്കെ തിരിച്ചറിവ് കൊണ്ട് തന്നെ ലോകം മുഴുവൻ മാറാൻ തുടങ്ങി. പക്ഷെ നമ്മൾ എന്താ മാറാത്തെ? ഈ കാണുന്ന സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എവിടെയാണ് ഗുഡ് ഡോട്ടിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചേക്കുന്നത്? ഇന്ന് ഇന്ത്യയില് ഏറ്റവും മുൻപന്തി നിൽക്കുന്നു, ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ കയറുന്ന ഒരു ഹോട്ടൽ, അതാണ് താജ് ഹോട്ടൽ. താജ് ഹോട്ടലിൽ ഇതുണ്ടെങ്കിൽ, ഇത് കൊടുക്കാമെങ്കിൽ, ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇതെന്താ സംഭവം? നമ്മൾ ഇതിനെ കുഞ്ഞിനായിട്ട് കണ്ടു, പക്ഷേ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയവരോ ഇത് അമൂല്യമായിട്ട് കണ്ടു. ഗുഡ് ഡോട്ടിന്റെ അമൂല്യത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. കാരണം ഇങ്ങനൊരു ഹോട്ടല് ഗുഡ് ഡോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ വാല്യൂ എത്രത്തോളം വലുതാണ്. നമ്മുടെ വീട്ടിലുണ്ട്
പക്ഷേ നമ്മൾ ഇതിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലയാണ്, ഏറ്റവും വാല്യൂ ഉള്ളതാണ്, എല്ലാവരും ഏറ്റവും ടോപ്പ് എന്ന് പറയും. ഇന്ന് വിദേശത്ത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്നവിടെ, പ്രധാനമന്ത്രി വന്ന് താമസിക്കുന്നത് എല്ലാം താജിലാണ്. അവിടെ ഉപയോഗിക്കുന്നത് ഗുഡ് ഡോട്ടാണ്. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൂടെ? ഉപയോഗിക്കാം, നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. നല്ലൊരു ഭാവി നമുക്ക് ഗുഡ് ഡോട്ടിലൂടെ കിട്ടും. കാരണം ഗുഡ് ഡോട്ട് വെജിറ്റേറിയൻ ബൈറ്റ് ഒന്ന് അടിപൊളിയല്ലേ? അതുകൊണ്ടുണ്ടാക്കുന്ന കറിയൊക്കെ ഇട്ടിട്ട് ഇന്ന് വെജിറ്റേറിയൻ ബൈറ്റ് വെച്ച് തന്നെ നമുക്ക് ഡിന്നർ കഴിക്കാം. ഇനി വെജിറ്റേറിയൻ ബൈറ്റ് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ കമ്പനി അതിനൊരു സീക്രട്ട് റെസിപ്പി തന്നിട്ടുണ്ട്, നമ്മുടെ കറി പേസ്റ്റ്. ഇതും വെജിറ്റേറിയൻ ബൈറ്റും ഉണ്ടെങ്കിൽ വേറെ ഒരു പണിയും വേണം. വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. പിന്നെ വെജിറ്റേറിയൻ ബൈറ്റിന് വെറൈറ്റികൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ റെസിപ്പീസ് അവൈലബിൾ ആണ്. യൂട്യൂബിലുണ്ട്, ഗുഡ് ഡോട്ടിന്റെ സൈറ്റിലുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ. അപ്പം നമുക്ക് കുക്കിംഗ് ഫ്രീ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് കറി പേസ്റ്റും തന്നിട്ടുണ്ട്. വെജിറ്റേറിയൻ ബൈറ്റും കറി പേസ്റ്റും മാത്രം വെച്ച് നമുക്ക് ഒരു നല്ല കറി ഉണ്ടാക്കാം, വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ എങ്ങനെയാ കുക്ക് ചെയ്യുന്നത് അതൊന്നും ഇപ്പൊ പറയാനുള്ള സമയമില്ല. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. നമ്മള് ജസ്റ്റ് ആലോചിച്ചൊക്കെ, ഇന്നൊരു പച്ചക്കറി മേടിക്കണമെങ്കിൽ ഇന്ന് തക്കാളിക്കായും 100 ഗ്രാം ഇഞ്ചിയും ഒരു 100 ഗ്രാം വെളുത്തുള്ളി മേടിക്കുമ്പോൾ 100 രൂപ മേളിൽ പോകുന്ന അവസ്ഥയിൽ ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇതിനകത്ത് തക്കാളിക്ക പേസ്റ്റ് ഉണ്ട്, പെരുംജീരകമുണ്ട്, ജീരകമുണ്ട്, ജാതിക്കയുണ്ട്, ഏലമുണ്ട്, നമ്മുടെ ഇഷ്ടംപോലെ കണ്ട് എല്ലാ കണ്ടന്റും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ആ പ്രോഡക്റ്റിന്റെ ബാക്കിലൊന്നും നോക്കണം. ഇത്രയും കണ്ടന്റ് മേടിക്കണമെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 200 രൂപ മേളിൽ കൊടുക്കും. ഇതിന്റെ വില ഞാൻ പറഞ്ഞ ഇവിടെ നാണക്കേടാ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അസീമിലുള്ളവർക്കറിയാം. കാരണം വളരെ ചീപ്പായിട്ട്, ഇത്രയും ചീപ്പായിട്ട് ഈ പ്രോഡക്റ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് അറിഞ്ഞില്ല. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം സഹിതം നമ്മൾ ഒന്നും ചേർക്കണ്ട. ഈ ഒരു കറി പേസ്റ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വെജിറ്റേറിയൻ ബൈറ്റ് വളരെ ടേസ്റ്റി ആയിട്ട് വെക്കാം. എത്ര സിമ്പിൾ ആണെന്ന് നോക്കൂ. നമ്മൾ ഇവിടെ കിടന്ന് അരിഞ്ഞരിഞ്ഞ് മടുക്കുക. അടുക്കള പണി എന്ത് ഈസി ആക്കാം. ആർസിഎമ്മിലേക്ക് വരും. ആർസിഎമ്മിന്റെ ആ ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ ആർസിഎമ്മിനെ മനസ്സിലാക്കണം. ഓരോ പ്രോഡക്റ്റും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഫ്യൂച്ചർ ഗുഡ് ഡോട്ട് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ്. ഇതാണ് വരാൻ പോകുന്നത്. ഇന്നേ നമ്മൾ കൂടെ പിടിക്കുക, ഇന്നേ നമ്മൾ കൂട്ടിന് കൊണ്ടുപോവുക. നമ്മുടെ ഭാവി ഗുഡ് ഡോട്ട് പോലെ തന്നെ ഗുഡ് ഡോട്ടിന്റെ കൂടെ ആർസിഎമ്മിന്റെ കൂടെ നമുക്കും വളരാം. കാരണം നമ്മൾ കൂടെ പിടിക്കണം. ഇത് വെറുതെ പറയുന്നല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടുകൾ യു കെയിൽ 360% ആൾക്കാരാണ് വീഗൻ എന്ന ആ ഒരു ജീവിതശൈലിയിലോട്ട് മാറുന്നത്. US 300%, കാനഡയിൽ 250%. ഓരോ സ്ഥലത്തും പ്ലാന്റ് ബേസ്ഡ് ഫുഡിലോട്ട് ആൾക്കാർ ചേഞ്ച് ആവുകയാണ്. നമുക്ക് എന്നാ ചേഞ്ച് ആകണ്ടേ? നമുക്ക് ഇന്ന് ചേഞ്ച് ആകാൻ പറ്റണം. കാരണം നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആ ഇഷ്ടങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതുകൊണ്ട് പ്ലാന്റ് ബേസ്ഡ് കൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമുക്ക് എന്ത് വേണം, ചില്ലി ആയിട്ട് വേണം ചില്ലി ആയിട്ട് ഉണ്ടാക്കാം, പെപ്പർ ആയിട്ട് വേണം പെപ്പർ ആയിട്ട് ഉണ്ടാക്കാം, എങ്ങനെ വേണം, ബിരിയാണി വേണം ബിരിയാണി, എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചേഞ്ച് ആകാൻ മടിക്കുന്നു? കാരണം ഗുണം മാത്രമേ ഉള്ളൂ, ദോഷങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്ന് തന്നെ ചേഞ്ച് ആകണം. കാരണം വെജ് പ്ലാന്റ് ബേസ്ഡ് മീറ്റ് അത് വെജിറ്റേറിയനേക്കാളും ഇമ്പോർട്ടൻ്റ് നമ്മൾ കണ്ടു, സ്ലൈഡുകളിൽ കണ്ടു അല്ലേ? നോർമൽ വെജിറ്റേറിയനേക്കാളും ഗുണം കൂടുതലാണ് പ്ലാന്റ് ബേസ്ഡ് മീറ്റ്. കാരണം പ്ലാന്റ് ബേസ്ഡിൽ കൂടുതൽ ന്യൂട്രീഷൻ വാല്യൂ കൂടുതലാണ്. അപ്പം ഇത് തരുന്ന നമ്മുടെ സ്വന്തം ഗുഡ് ഡോട്ട് കമ്പനി ലോകത്തെ മാറ്റങ്ങൾ വീണ്ടും അറിയാതെ പോകരുത്. നമ്മൾ പലപ്പോഴും സൊമാറ്റോ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ നാൾ വരെ ഇതൊന്നും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. സൊമാറ്റോ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ റെഡ് കളറിലാണ് യൂണിഫോം ഉണ്ടാക്കുന്നത്. ഇതാ മാറ്റം വരുന്നു. വെജിറ്റേറിയൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഗ്രീനിലോട്ട് മാറണം നമ്മളൊക്കെ അല്ലേ? ആ ഒരു ഗ്രീനിന്റെ ഗുണം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ലോകം മുഴുവൻ മാറ്റത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ഇവിടെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പവർഫുൾ പ്രോഡക്റ്റ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഇതുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റും. ആർസിഎമ്മിലാണ് ഇതുണ്ടെന്ന് ആർക്കും അറിയാവുന്നേ? ഇത് ആർസിഎമ്മിൽ മാത്രമേ ഉള്ളൂ. ആർസിഎമ്മിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മതി, ഈ ഒരു ഒറ്റ സെഗ്മെന്റ് മാത്രം നോക്കിയാൽ മതി നമുക്ക് വിജയിക്കാനായിട്ട്. നമ്മൾ ഓരോരുത്തരും ഈ മാറ്റം തിരിച്ചറിയാം. വേൾഡ് മുഴുവൻ മാറുകയാണ്. കാരണം അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പക്ഷെ മാറാൻ ഏറ്റവും ബുദ്ധിമുട്ടും കേരളമാണ്. മാറ്റം നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ തീരുമാനങ്ങളാണ്. ആ മാറ്റം നമ്മൾ
എടുക്കുക, തീരുമാനമെടുത്ത് നമ്മൾ മാറാൻ തീരുകയാണ്. കാരണം ഇവിടെ നമ്മൾ നോക്കുക, ഒരു കോഴിക്കുഞ്ഞും ആ കോഴിക്കുഞ്ഞിന്റെ കോഴി അമ്മയ്ക്കും അതിന്റെ സ്വപ്നം എന്നാ? അതിന്റെ സ്വപ്നം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കുട്ടികൾ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്നത് കാണാനാണ് അതിന്റെ സ്വപ്നം. പക്ഷെ റിയാലിറ്റി എന്താണ്? ആ കോഴിയുടെ ജീവിതം പിന്നീട് ചെല്ലുന്നത് എങ്ങോട്ടാണ്? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളൊക്കെ കഴിക്കുന്നവരുണ്ടാകാം, കഴിക്കാത്തവരുണ്ടാകാം. പക്ഷേ ഇതും ഒരു ജീവനാണ്. ഈ ജീവനും ചിന്തിക്കുന്നുണ്ടാവും. കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, ആ കുട്ടികളെ അത് നോക്കുന്നുണ്ട്. നമ്മളൊന്ന് നോക്കുക, ഓരോ ജീവികളുടെയും ലൈഫ് നോക്കുക. അവരും ഉണ്ട്, അവർക്കും ഉണ്ട് കണ്ണുനീരും വേദനയും എല്ലാം. നമ്മൾ ഓരോരുത്തരുടെ ജീവനും നമ്മൾ വില കൊടുക്കുക. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊന്നുമില്ല. ജീവനുള്ള ഏത് ജീവനും നമ്മുടെ കൂട്ടുകാരായിരിക്കണം. പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, മുയലായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, അവരെ നമുക്ക് കൂട്ടുകാരായിട്ട് കാണാൻ പറ്റുന്നു. നമ്മുടെ ഫുഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നമുക്ക് ദൈവം തന്നെ തന്നിട്ടുണ്ട്. ദൈവം തന്നെ സൃഷ്ടിച്ചു തന്നേക്കുന്നതാണ് ഈ ജീവനെല്ലാം. അപ്പം മനുഷ്യനുള്ള അതേ വാല്യൂ തന്നെയേ ഉള്ളൂ ഈ മൃഗങ്ങൾക്കും. ദൈവത്തിന് എല്ലാം തുല്യമായി. ദൈവം ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ആലോചിച്ച് നോക്കാം. നമ്മൾ ഓരോരുത്തരും ദൈവം ആയിരുന്നെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച ഓരോന്നും നമ്മൾ ഒരേ വാല്യൂ അല്ലേ കൊടുക്കുക? എല്ലാ ജീവനും നമ്മൾ ഒരേ വാല്യൂ അല്ലേ കൊടുക്കുക? എങ്ങനെയാണ് മനുഷ്യന് മാത്രം വാല്യൂ കൂടുതൽ കൊടുക്കുക, മൃഗങ്ങൾക്ക് വാല്യൂ കുറവ് കൊടുക്കുക? ഒരിക്കലും ദൈവത്തിനെ കൊണ്ട് അത് പറ്റില്ല. നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നിന്നിച്ച് നോക്കുക. ഓരോ ജീവനും വിലയുണ്ട്. ആ വില നമ്മളൊന്ന്, ഇത് പേട്ട എന്ന അസോസിയേഷൻ നടത്തിയ എക്സിബിഷനാണ്, തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഇതല്ലേ? ഒരു ജീവനെ നമ്മൾ നമ്മുടെ പ്ലേറ്റിലിട്ട് നമ്മൾ കഴിക്കുകയാണ്. നമുക്ക് എന്താണ് കുറവ്? നമുക്കിതില്ലാതെ കഴിക്കാൻ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. എന്നാലും നമ്മൾ ഒരു ജീവനെ കൊന്നിട്ടേ നമ്മൾ കഴിക്കൂ. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ജീവനാണ്. ഓരോ ജീവിയും ഓരോ ജീവനാണ്. നമ്മുടെ ജീവൻ പോലെ തന്നെ അതിനും വിലയുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരു ജീവനെ പോലും നശിപ്പിക്കാതെ നമുക്ക് ഒന്ന് മുന്നോട്ട് നോക്കി, ഒന്ന് പുറകോട്ട് നോക്കി, ഏതാണ് നല്ലതെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഈ പിക്ചർ ഒത്തിരി ചിന്തിപ്പിക്കുന്ന പിക്ചറാണ്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാളെ നമ്മൾ കൊന്നിട്ട് അതിനെ പ്ലേറ്റിലിട്ട് കഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ? ഇതുകൊണ്ട് നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മാറി ചിന്തിച്ചാൽ നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. ആരെയും നിർബന്ധിക്കുന്നതല്ല. വളരെ ഒരു വാല്യൂ ഉള്ള ഒരു പിക്ചറായിട്ട് തോന്നും. ഇവിടെ നമ്മളൊരു നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്ന അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതാണ് ഇഫ് യു തിങ്ക് ഈറ്റിംഗ് മീറ്റ് ഈസ് ജസ്റ്റ് എ പേഴ്സണൽ ചോയ്സ് എന്നാണ് എല്ലാവരും പറയുന്നത്, എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരാളെ മറക്കുന്നു. ആ കൊല്ലാൻ പോകുന്ന ജീവിയെ നമ്മൾ മറക്കുന്നു. ആ ജീവനെ നമ്മൾ മറക്കുന്നു. ഈ സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഇവിടെയാണ് ഗുഡ് ഡോട്ട് എന്ന ഈ ഒരു കമ്പനിയുടെ മഹത്വവും ഈ ഒരു വിലയും തിരിച്ചറിയാൻ നമ്മൾ ആരും തിരിച്ചറിയാതെ പോകരുത്. ഞാൻ RCMൽ വന്നിട്ട് ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്തത് ഗുഡ് ഡോട്ടിലാണ്. പക്ഷെ ആ ഗുഡ് ഡോട്ടിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ ലോഗോയുടെ ഭംഗി കണ്ടിട്ട് അട്രാക്ട് ചെയ്തത്. പിന്നീടാണ് ഞാൻ ഗുഡ് ഡോട്ടിനെ പറ്റി കുറച്ച് അറിയാനൊക്കെ ശ്രമിച്ചത്. അങ്ങനെ അറിഞ്ഞപ്പോൾ മുതൽ ഈ ഗുഡ് ഡോട്ടിനോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇതൊരു കോയിൻസിഡൻസ് പോലെ ആയിരിക്കാം എനിക്ക് ഗുഡ് ഡോട്ടിനെ പറ്റി പറയാൻ ചാൻസ് കിട്ടിയത്. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ലാസ്റ്റ് ഇയർ നമ്മൾ ഉദയ്പൂർ പോയപ്പോഴത്തേക്കിനും അന്നും എനിക്ക് അവിടെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റി. ഉദയ്പൂർ നമ്മുടെ കമ്പനി പ്രോഗ്രാമിൽ ഗുഡ് ഡോട്ടിനെ പറ്റി പറയാൻ പറ്റി. എവിടെ ചെന്നാൽ ഗുഡ് ഡോട്ടിനെ പറ്റി പറയാനുള്ള സാധ്യതകൾ ചാൻസുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് എനിക്ക് ഇത്ര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം വീണ്ടും താങ്ക് യു. അപ്പോൾ ഈ ഒരു പിക്ചറും മറക്കരുത്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ഒരു ജീവനെ നമ്മൾ മറക്കുകയാണ്. കൊല്ലാതെ നമുക്ക് മീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെ? കൊല്ലാതെ വെജിറ്റേറിയൻ മീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഗുഡ് ഡോട്ട്. നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ഒരു കരുണയുള്ളവരായി. RCMൽ വിജയിക്കാൻ മറ്റൊന്നും വേണ്ട. നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരോടും നമ്മുടെ ജീവജാലങ്ങളോടും നമ്മൾ ഒരു കരുണയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഇത് മാത്രമേ ഉള്ളൂ RCMൽ നമുക്ക് ചെയ്യാനായിട്ട്. മറ്റൊന്നും മലമറിക്കാനില്ല. RCMൽ എന്താണോ RCM കാണിച്ചു തരുന്നത് എന്താണോ അത് തന്നെയാണ് ഗുഡ് ഡോട്ടും കാണിച്ചു തരുന്നത്. RCMന്റെ ലക്ഷ്യം ഒന്നാണ്, ഗുഡ് ഡോട്ടിന്റെ ലക്ഷ്യം ഒന്നാണ്. അപ്പൊ RCMൽ വർക്ക് ചെയ്യുന്ന ലക്ഷ്യവും ഇത് തന്നെയായിരിക്കണം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ
ഒന്നായി തീരുമ്പോഴാണ് നമ്മൾ RCMക്കാരായി പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ RCM ഇട്ടിട്ട് പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 90% ആൾക്കാരും RCM വിട്ടിട്ട് പോകും. എന്തുകൊണ്ടാ? ചിന്താഗതികൾ വ്യത്യാസമാണ്. ഒരേ ചിന്താഗതി ഉള്ളവരുടെ കൂട്ടായ്മയാണെങ്കിലേ ഉള്ളൂ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിലോ നമ്മൾ നാളെ പോകും, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പോകും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് പോകും. സാരമില്ല, ആൾക്കാർ വന്നും പോയി നിൽക്കും. ഒരിക്കലും പേടിക്കണ്ട. ഇതേ ചിന്താഗതി ഉള്ളവർക്ക് കൂടെ നിൽക്കാം, വിജയിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒരേ ചിന്താഗതി ഉള്ളവരുടെ കൂട്ടായ്മയാണ് RCM. RCMന്റെ സിമ്പിൾ പറയുന്ന പോലെയാണ്. RCMന്റെ സിമ്പിളിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് എടുത്തപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ഞാൻ ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോ ഇത് എവരി സിംഗിൾ ഡേ എ പ്ലാൻ ബേസ്ഡ് മീറ്റ് ഡയറ്റ് എങ്ങനെ എന്ത് സേവ് ചെയ്യുന്നു കൂടെ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. 4100 ലിറ്റർ വെള്ളം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാം. നമ്മൾ ഓരോരുത്തരും ഒരു മാറ്റത്തിന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഗുണങ്ങളാണ്, പ്രകൃതിക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളാണ്. 30 സ്ക്വയർ ഫീറ്റ് ലാൻഡ് ഇന്ന് വനനശീകരണമാണ്. നമ്മുടെ TCG കാണിച്ചിരുന്ന പോലെ ആരാ മരം വെക്കുന്നത്? ആരാ വെട്ടാൻ പോകുന്ന മരത്തെ മാറ്റിക്കൊണ്ട് വേറെ വെക്കുന്നത്? മറ്റൊരാളുമില്ല. അതൊരൊറ്റ ആളേ ഉള്ളൂ, TC ചാബ്ര എന്ന ആ മഹത് വ്യക്തി, RCMന്റെ ഉപജ്ഞാതാവ്. RCM മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നത്. പറയുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ പറയാതെ പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കുന്നവര് അത് RCM മാത്രമേ ഉള്ളൂ. ചെയ്യുന്നവരുടെ കൂടെ നിൽക്കണം, പറയുന്നവരുടെ കൂടെ അല്ല, ചെയ്ത് കാണിക്കുന്നവരുടെ കൂടെ നിൽക്കണം. പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോ ചെയ്യാൻ പറ്റുന്നവരുടെ കൂടെ നിൽക്കുക, നമുക്കും ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡ് 9 കിലോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈഫ് ഓഫ് ആൻ ആനിമൽ. ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും തീരുമാനം, ഒരാൾ തീരുമാനം എടുത്താൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാവരും മാറത്തില്ല. ഞാൻ മാറണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുക, മാറുക. എല്ലാവരും മാറിയിട്ട് ഞാൻ മാറാം എന്ന് പറഞ്ഞാൽ മാറ്റം നടക്കില്ല. അപ്പോൾ മാറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാറാൻ ഒരു വലിയൊരു സാധ്യതയാണ് ഗുഡ് ഡോട്ട്. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, നല്ലത് മാത്രം. നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് ഡോട്ടിലേക്ക് മാറാം. ഗുഡ് ഡോട്ട് ഗുഡ് ലൈഫ് എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഗുഡ് ഡോട്ട് തന്നേക്കുന്നത്? പ്രോഡക്റ്റുകൾ വന്നു, ഇനി ഉണ്ടാക്കണം. കുക്കിംഗ് ഇഷ്ടമാണോ? നമുക്ക് ഇതേ കിടക്കുന്നു. ലെറ്റ്സ് ഇന്ത്യ കുക്ക് ടുഗദർ. ഇന്ന് വീട്ടിലിരുന്ന് ഇന്ത്യയിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ, ഇന്ത്യയിലെ ഒരു പ്രധാന വ്യക്തിയായിട്ട് മാറാൻ ഗുഡ് ഡോട്ടിലൂടെ. ആലോചിച്ച് നോക്കൂ, എന്തൊരു സാധ്യതകളാണ് വീട്ടിലിരുന്ന്. സൂമിലൂടെ കുക്ക് ചെയ്തിട്ട്, കുക്ക് ചെയ്യാൻ പഠിപ്പിച്ച് നമ്മളെ കുക്ക് ചെയ്തിട്ട് നമുക്കതിൽ അവാർഡുകൾ തരും. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ കുക്ക് ടുഗദർ. ഇതിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഡിഷസ് കാണുമ്പോൾ നമുക്ക് കൊതിയാവും ഉണ്ടാക്കി നോക്കാനായിട്ട്. ഇനി അടുത്ത പ്രോഗ്രാം ബിൻസാർ ആദ്യം പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗുഡ് ഡോട്ടിന്റെ സെലിബ്രേഷൻ, കേരള സെലിബ്രേഷൻ പ്രോഗ്രാം വരുന്നു ജൂലൈയിൽ. എന്താ നമ്മൾ അതിന് ചെയ്യേണ്ടേ? ഒന്ന് നോക്കാം. ഗുഡ് ഡോട്ടിന്റെ 6 പ്രോഡക്റ്റിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ, 6 പ്രോഡക്റ്റ് കൂടുതലുണ്ട്. ഈ ഒരു ഓഫറിൽ വന്നേക്കുന്നതാണ് ഈ 6 പ്രോഡക്റ്റ്. ഈ 6 പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് ഏത് പ്രോഡക്റ്റ് ആണ്, ഇപ്പൊ നൂഡിൽസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, സെൽഫ് ഐഡി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവിടെ അവാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വെജിറ്റേറിയൻ മീറ്റ് കൂടുതൽ ചെയ്യുന്നവർക്ക്, ഫുഡ് സിപ്പ് കൂടുതൽ ചെയ്യുന്നവർക്ക്, ഹൽവ കൂടുതൽ ചെയ്യുന്നവർക്ക്, പ്രോട്ടീൻസ് കൂടുതൽ ചെയ്യുന്നവർക്ക്, കറി പേസ്റ്റ് കൂടുതൽ ചെയ്യുന്നവർക്ക്, ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ് വൈസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ 500 ഏറ്റവും കൂടുതൽ ടോട്ടൽ ഗുഡ് ഡോട്ട് പർച്ചേസ് വോളിയം, ടോട്ടൽ ഗുഡ് ഡോട്ട് നമ്മൾ സെൽഫ് ഐഡിയിൽ ബില്ല് ചെയ്ത് ഏറ്റവും കൂടുതൽ പർച്ചേസ് വോളിയം വരുന്ന 500 പേർ, അതായത് ഏറ്റവും കൂടുതൽ മുതൽ പുറകോട്ട് നോക്കുമ്പോൾ 500 പേർ. ആരാണ് എത്രയാണൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യും. കാരണം വാശിക്കാണ് ചെയ്യുന്നത്. നമ്മൾക്ക് എവിടെ എത്തുമെന്ന് അറിയാൻ മേല, ആരൊക്കെ എത്ര ചെയ്തെന്ന് അറിയാൻ മേല, ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇതൊരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാം. ചെയ്ത് നമുക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റണം. അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ്, ട്രോഫി എല്ലാം. പിന്നെ ഫ്രീ ലഞ്ച്, അത് ഗുഡ് ഡോട്ടിലുള്ള ലഞ്ച്. ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ ഗുഡ് ഡോട്ടിന് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാ. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഫ്രീ എൻട്രി. അപ്പം ഇവിടെ നമുക്ക് കാണാം, ജൂലൈയിൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റണം. കാരണം ഇതാണ് ഇതിന്റെ വെന്യൂസ്. കാരണം കണ്ണൂർ നടക്കുന്നുണ്ട്, കോഴിക്കോട് നടക്കുന്നുണ്ട്, തൃശ്ശൂർ നടക്കുന്നുണ്ട്, കോട്ടയത്തും ഉണ്ട്. ഞാൻ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ വേണം, നമുക്ക് എവിടെയാണോ സൗകര്യം അവിടെ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരും. ആ സമയത്ത് നമുക്ക് അവിടെ പങ്കെടുക്കാം. പക്ഷെ ചുമ്മാതല്ല, നമ്മൾ ഗുഡ് ഡോട്ട് ഉപയോഗിക്കണം. അതിന്റെ PV കൂട്ടണം. നമ്മൾ എത്രത്തോളം PV നമ്മുടെ സെൽഫ് ഐഡിയിൽ കൂട്ടാവോ അത്രത്തോളം കൂട്ടി നമ്മൾ ഒരു അച്ചീവറായിട്ട് അവിടെ പങ്കെടുക്കണം. അവിടെയാണ് നമ്മുടെയൊക്കെ വിജയം, ഗുഡ് ഡോട്ടിന്റെ വിജയം. നമ്മൾ കൂടുതൽ ജനങ്ങളോട്ട് ഇത് എത്തിക്കുമ്പോൾ ആ ഒരു ഓരോ ജീവനെയും നമ്മൾ സംരക്ഷിക്കുക എന്ന ഓർമ്മയോടെ, ഇത് നമ്മുടെ കടമയാന്ന് ഓർക്കണം. ഇവിടെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവരെയും കാണിക്കാൻ തോന്നി. നമ്മളൊക്കെ ഇന്ന് കാണുന്ന
ഇന്ന് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ടി സി ചാബ്ര 2008 ഒരു ഫോട്ടോയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹവും വന്നത് എങ്ങനെയാ? ഇതുപോലെ ചെറിയ ചെറിയ മീറ്റിംഗ് വഴി നടത്തി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് വന്ന് ഇന്ന് അദ്ദേഹം 2023 ഇവിടെ പോകാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഡൽഹിയിൽ ആനിവേഴ്സറിക്ക് ഏകദേശം 10-35,000 ആൾക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2008 നിന്ന് 2023 എത്തിയപ്പോഴത്തേക്കിനും RCM എത്രത്തോളം വളർന്നു? കാരണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾക്ക് വളരണമെങ്കിൽ RCMന്റെ കൂടെ നിന്നാൽ മതി. പക്ഷെ 2008 മുതൽ 2023 വരെ ആയപ്പോഴത്തേക്കിനും TCG ഇത്രയും വളർന്നു. അന്നുണ്ടായിരുന്ന RCMിലുള്ള ഇത്രയും വളർന്നു. ഇന്ന് RCMിൽ ചേർന്നാലും, ഇന്ന് RCMിൽ പുതിയതായിട്ട് ഐഡിയ എടുത്ത് ചേർന്നാലും തുടർച്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും വിജയിക്കും, ഓരോരുത്തരും വിജയിക്കും. പക്ഷെ RCMന്റെ കൂടെ നിൽക്കണം. RCMന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ശൈലിയാണ്. നല്ല ജീവിതം, നല്ല കാര്യങ്ങൾ, നല്ല കരുണയോടെ നമ്മൾ എല്ലാവരെയും കാണുക, നമ്മുടെ ടീമിനെ കാണുക, നമ്മുടെ കൂടെയുള്ളവരെ കാണുക, നമ്മുടെ ജീവനുള്ള എല്ലാത്തിനെയും കാണുക. RCMന്റെ ലക്ഷ്യം അതാണ്. ഓരോ ജീവനെയും വില കൊടുക്കുക എന്നുള്ളതാണ്. RCMൽ വിജയിക്കാനായിട്ട് ഏതൊരാൾക്കും, RCMൽ നല്ല എന്തിനും വിജയിക്കാനായിട്ട് ഇതിനെല്ലാം പുറമെ ഏറ്റവും ആദ്യം വേണ്ടത് ബിലീവ് ഇൻ യുവർ സെൽഫ് ഇസ് ദ ഫസ്റ്റ് സീക്രട്ട് സക്സസ്. അതെ, എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഒന്നിനും ഇറങ്ങി പുറപ്പെടും. പക്ഷെ ഈ വിശ്വാസം, നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പറ്റും. RCMൽ എന്നാ ചെയ്യണ്ടേ? പല്ല് തേക്കണം, കുളിക്കണം, ഡ്രസ്സ് ധരിക്കണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, മറ്റൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചെയ്യുന്ന രീതികൾക്ക് മാത്രം ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ RCMൽ വിജയിക്കാൻ പറ്റും. ബ്രാൻഡ് ഒന്ന് മാറ്റാൻ പറഞ്ഞു ഇന്നലെ നമ്മുടെ രമ്യ മാഡം പറഞ്ഞു, ബ്രാൻഡ് മാറ്റാൻ. അല്ലെ, ബ്രാൻഡ് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? അതാണ് RCMന്റെ വിജയം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയില്ലാത്ത ഏതൊക്കെയോ ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എല്ലാം മനസ്സിലാക്കുകയാണ്. ഓരോ പ്രോഡക്റ്റിനെ പറ്റിയും കീറി മുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. RCMൽ പോയിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതും കാണണം. RCMന്റെ ഓരോ പ്രോഡക്റ്റിന്റെയും ഗുണങ്ങൾ ഇന്ന് നമ്മൾ കണ്ടത് വെറും 2-3 പ്രോഡക്റ്റ് മാത്രമാണ്. തീരുന്നില്ല, അല്ലെ? പറഞ്ഞിട്ടും തീരുന്നില്ല. ഇപ്പൊ സമയം കുറെ ആയി, ആൾക്കാർ കുറയാൻ തുടങ്ങി കാണും. അപ്പം ഇതില് നമ്മൾ വിചാരിക്കേണ്ടത് എന്നാ, ഇതിൽ വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ മാറ്റത്തിന് തയ്യാറാകും, തീരുമാനമെടുക്കണം. ഫസ്റ്റ് നമ്മളിൽ വിശ്വസിക്കണം. RCMന്റെ കൂടെ നിന്നാൽ വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അതിന് നമ്മൾ RCM എന്താണെന്ന് അറിയണം. ഒന്നും അറിയാതെ നമുക്ക് കാര്യമില്ല. ഇവിടെ RCMലുള്ളത് 10 രൂപയുടെ സോപ്പും ഉപ്പുപൊടിയും ഗോതമ്പൊടിയും ഒക്കെയാ എന്ന് പറഞ്ഞ് RCM ചേരാതെ വലിയ കാര്യങ്ങൾ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോഴും കൈ നീട്ടി നിൽക്കുകയാണ്. ഇപ്പൊ കിട്ടും. RCMലുള്ളൊരു ഉപ്പും മുളകും 10 രൂപയുടെ പേസ്റ്റും വിറ്റിട്ട് അങ്ങ് മേളിൽ കയറിപ്പോയി. കാരണം ഗോതമ്പൊടിയൊക്കെ ചുമന്നുകൊണ്ട് നടന്ന മൂർത്തി സാറ് ഇപ്പോ 10 ലക്ഷം രൂപ മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് നിന്നതുകൊണ്ടാണ്, ഈ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, മറ്റുള്ളവർക്ക് സഹായം ചെയ്ത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യാതെ ചെയ്യാം, നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് RCMൽ ചെയ്യാനുള്ളത്. വളരെ ചെറിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ RCM പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും പറയുന്ന ഇത് നല്ല RCM ഇസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. എന്തുകൊണ്ടാ? നമ്മൾ ചെറിയ കാര്യങ്ങളെ മൈൻഡ് ചെയ്യില്ല. ഉപ്പുപൊടി മാറ്റി ഉപയോഗിക്കണം. എന്തിനാ ഉപ്പുപൊടി മാറ്റി ഉപയോഗിക്കുന്നത്? ഷർട്ട് മാറ്റണം. എന്തിനാ? ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് ഉപയോഗിച്ചാൽ പോലെ. എന്തിനാ RCMലോട്ട് മാറുന്നത്? RCMൽ ചെയ്യാൻ മറ്റൊന്നുമില്ല. നമ്മൾ എന്താണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ്, ആ ബ്രാൻഡിനെ ചേഞ്ച് ചെയ്യും. ഉപ്പുപൊടി ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ബ്രഷ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആട്ട ആയിക്കോട്ടെ, മുളകുപൊടി ആയിക്കോട്ടെ, മല്ലിപ്പൊടി ആയിക്കോട്ടെ, ചേഞ്ച് ആകുന്നതിലൂടെയാണ് നമ്മൾ RCMൽ വിജയിക്കുന്നത്. ചേഞ്ച് ആകണം. നമുക്ക് RCMൽ വിജയിക്കാൻ പറ്റും. ഓരോ സ്റ്റെപ്പും, ഓരോ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് കൂടാൻ പറ്റും. ഈ സ്റ്റെപ്പുകൾ ചെറിയ സ്റ്റെപ്പുകളാണ്, പക്ഷെ കയറി പോകാൻ എളുപ്പമാണ്. ചിന്തിച്ചു നോക്കാം. കാണുമ്പോൾ വലിയ ഏണിയും വലിയ നീളമുള്ള ഏണിയെല്ലാം നമ്മൾ കയറാൻ നോക്കും. പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ വർഷങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും പല ബിസിനസ്, ഞാൻ 23 വർഷമായിട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കാം. പക്ഷെ RCMലൂടെ നമുക്ക് കിട്ടിയ അത്രയും ഒരു ബെനിഫിറ്റ് ആ ബിസിനസ്സിന് അത്രയും വർഷമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം RCM ഇനി കുറച്ച് വർഷം കൊണ്ട് കഴിയുമ്പോൾ RCMൽ നിന്ന് എന്നാ കിട്ടുമെന്ന് എനിക്കിപ്പം കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ബിസിനസ്സിനെ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ട് RCMലേക്ക് എനിക്ക് പൂർണ്ണമായിട്ടും ആക്റ്റീവ് ആകണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം RCM തരുന്നത്രയും മറ്റൊരു പ്രസ്ഥാനവും തരില്ല, ഇവരൊരു ബിസിനസ്സും തരില്ല. അത് ഉറപ്പാണ്. RCM തരുന്ന സന്തോഷവും RCM തരുന്ന സമ്പത്തും മറ്റൊന്നിനും തരാൻ പറ്റില്ല. അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. ഇനി മറ്റൊന്നുമല്ല,
നമ്മുടെ ടീം വർക്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതോടെ തീരും കേട്ടോ. ഒന്ന് നോക്കുക, മേളിലൊരു പിക്ചർ ഉണ്ട്. നമ്മൾ ഗുഡ് ഔട്ട് കണ്ടപ്പോഴും ആസിമിന്റെ തത്വങ്ങൾ കണ്ടപ്പോഴും ഒക്കെ കണ്ട തന്നെ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ തയ്യാറാകണം. അവരെ നമ്മൾ പിടിച്ചു കയറ്റണം. അവരെ നമ്മൾ കൈ കൊടുത്ത് കയറ്റണം. കൈ കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കൈ കൊടുക്കുന്നവരെ മാത്രമുള്ളൂ നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റത്തുള്ളൂ. കൈ നീട്ടിയിട്ടും കൈ തരാത്തവരെ നമുക്ക് കയറ്റാൻ പറ്റില്ല. കൈ നീട്ടും, നമ്മൾ കൈ നീട്ടിക്കൊണ്ടേയിരിക്കും. കൈ തരുന്നവരെ നമ്മൾ പിടിച്ചു കയറ്റും. പിടിച്ചു കയറ്റി അവരെ വീണ്ടും വരുന്നവരെ പിടിച്ചു കയറ്റിയാണ് നമ്മൾ ആർസിഎമ്മിൽ വിജയിക്കുന്നത്. വേണമെങ്കിൽ ആ മേളിൽ നിൽക്കുന്ന 4 പേർക്കും ഓടിപ്പോയി നിധി എടുക്കാം. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെയും കൂടെ അവരുടെ കൂട്ടാക്കി ഒരുമിച്ച് പോയിട്ട് നിധി എടുത്ത് ആ നിധി വീതിച്ചെടുക്കുന്ന രീതിയാണ് ആർസിഎമ്മിൻ്റെത്. മറ്റാർക്കും ചിന്തിക്കാൻ പറ്റില്ല, മറ്റാർക്കും ഇത് മനസ്സിലാകത്തില്ല. അത് ആർസിഎമ്മിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം ഇതാണ് ആർസിഎമ്മിൽ വിജയിക്കാനുള്ള രീതി. നമ്മൾ ഒരുമിച്ച് പോകുന്നു, നമ്മൾ ഒരുമിച്ച് വിജയിക്കുന്നു. എനിക്ക് മാത്രം എന്നുള്ളൊരു ചിന്ത ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഓരോ ജീവനും വിലയുണ്ട്. നമ്മൾ ഒരു ജീവിയെ കൊല്ലുമ്പം ഇനി ഒന്ന് ഓർക്കുക, ആ ജീവനും നമ്മുടെ കൂടപ്പിറപ്പാണ്. നമുക്ക് വേണോ ഇത്? നമുക്ക് ഒരാവശ്യവുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. ചില മാറ്റങ്ങൾ മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് തെറ്റാന്ന് അറിഞ്ഞിട്ടും നമ്മൾ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ വേറൊന്നും പറയാനില്ല. ശരിയുടെ കൂടെ നിൽക്കുക. അതാണ് നമ്മുടെ കമ്പനി റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി, അല്ലെ? റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ഇതായിരിക്കണം ശരി. ശരി തന്നെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് ശരിയാണ്, നമ്മൾ ചെയ്യേണ്ടത് ശരിയാണ്. അപ്പോ ബി കൈൻഡ്, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും ഒരു തീരുമാനമെടുക്കുക. ബി കൈൻഡ്. ആർസിഎമ്മിൽ വർക്ക് ചെയ്യണമെങ്കിലും, ആർസിഎമ്മിൽ തീരുമാനമെടുത്ത് ആർസിഎമ്മിൽ വിജയിക്കണമെങ്കിലും ബി കൈൻഡ്. നമ്മൾ കൈൻഡ് ആയിരിക്കണം. നമ്മുടെ കൂടെ വരുന്നവരോടും ജീവജാലങ്ങളോടും എല്ലാവരോടും നമ്മൾ ഒരേ മനസ്സോടെ സ്നേഹത്തോടെ സ്നേഹിച്ചോളൂ, എത്രത്തോളം വേണേലും. പക്ഷേ കൊല്ലരുത്, അല്ലെ? കൊല്ലേണ്ട ആവശ്യമില്ല. കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരാളെയും കൊല്ലാതെ, ഒരാളെയും ദ്രോഹിക്കാതെ നമുക്കും ജീവിക്കാൻ പറ്റും. അത് ആർസിഎം കാണിച്ചു തരുന്നൊരു കാര്യമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ പറ്റണം. അതിലൂടെ മാത്രമേ നമുക്ക് ആർസിഎമ്മിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നും ആർസിഎമ്മിൽ വിജയിക്കാനില്ല. ആർസിഎമ്മിൽ വന്നിട്ട് എല്ലാവരും പല പല രീതികളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആർസിഎമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ ലീഡർമാരെ ശ്രദ്ധിച്ചു നോക്കൂ. ഇവരെല്ലാം ചെയ്യുന്നത് ആകെ ഒരൊറ്റ കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു ലെവലിലോട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പടികൾ കയറി തുടങ്ങി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ആർസിഎമ്മിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പം താങ്ക് യു. വീണ്ടും ഒരു താങ്ക് യു കൂടെ പറഞ്ഞിട്ട് തന്നെ തുടക്കത്തിൽ ഞാൻ താങ്ക് യു പറഞ്ഞു. ഇനി എല്ലാവർക്കും ഇത്രയും നേരം ഈ ഒരു പ്രസന്റേഷൻ കേട്ടു കണ്ടു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ ഒത്തിരി നന്ദി. താങ്ക് യു ഓൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഔട്ടിലൂടെ ആർസിഎമ്മിലൂടെയും എല്ലാവർക്കും വലിയ വിജയങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പം താങ്ക് യു ഓൾ. താങ്ക് യു ബിനു സാർ. താങ്ക് യു. വീഡിയോ ഓൺ ചെയ്, ഒന്ന് കാണട്ടെ ആ മുഖം. എന്താണ് സൂപ്പർ. എന്താ പറയാൻ, എനിക്ക് പറയണമെങ്കിൽ പറയാൻ വാക്കുകളില്ല. ഇതാണ് പറയേണ്ടത്. ഞാൻ ഇതാ തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞത്, സുയിസാർ എന്തെങ്കിലും കൊണ്ട് വരുന്നെങ്കിൽ വിത്ത് ഒരു ഫുൾ പ്രിപ്പറേഷൻ, എത്ര എഫർട്ട് എടുത്ത പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി